അതിന്റെ കേൾവിയായാലും ഓരോ സെക്കൻഡിലും അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ നിഅമത്തുകളും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയ നിഅമത്തുകൾ നമ്മളെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചതല്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ബാപ്പയുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതല്ല, നമ്മുടെ ഉമ്മയുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതല്ല. ഭൗതിക ലോകത്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന പല സംഗതികളും മനുഷ്യരാൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളിൽ നിന്ന് നേടിയെടുക്കണമെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് എത്രയാണ്. നമ്മളായി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത ഭരണാധികാരികളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുത്താൽ അവർക്ക് അഭിനന്ദനം എഴുതി വെക്കാനും അവർക്ക് വേണ്ടി ഫ്ലക്സ് വെക്കാനും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. അവരായി ഒന്നും ചെയ്തിട്ടില്ല, മറിച്ച് നാടിന്റെ ഭരണഘടനയെ അനുസരിച്ച് മനുഷ്യരിൽ നിന്ന് പിരിച്ചെടുത്ത പണം മനുഷ്യരിലേക്ക് ചെലവഴിച്ചു എന്നതിന്റെ അപ്പുറത്ത് അവരൊന്നും ചെയ്തിട്ടില്ല. അവരാരും സ്വന്തത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം അവർ വിദേശത്ത് പോയി ജോലിയെടുത്ത് അധ്വാനിച്ച് സമ്പാദിച്ച പണം ചെലവഴിച്ചതല്ല, മറിച്ച് ജനങ്ങളിൽ നിന്ന് പലതായി പിരിച്ചെടുത്ത പണം ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ എന്ന പേരിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇതിന്റെ പേരിൽ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ റോഡ് നിർമ്മിച്ചു തന്ന MLAക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടുത്തെ MLA ആരാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ഞാൻ അറിയില്ല കേട്ടോ, അതിന്റെ പേരിലൊന്നും എനിക്ക് കുഴപ്പമുണ്ടാക്കരുത്. ഞാൻ ഇവിടെ ഇല്ല, ഇന്നാ വന്ന് ഇറങ്ങിയത്. അവിടെ ആരാണ് ജയിച്ചതെന്നൊന്നും അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല ഇത് ഏതാ പഞ്ചായത്ത് എന്നും അറിയില്ല, ഏതാ മുനിസിപ്പാലിറ്റി എന്നും അറിയില്ല, എനിക്ക് ഏതാ താലൂക്ക് എന്നും അറിയില്ല, ഒന്നും എനിക്കറിയില്ല. എനിക്കവിടെ അറിയാൻ വേണ്ട, എന്റെ വിഷയം രാഷ്ട്രീയമല്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയും. മനുഷ്യരായി ചെയ്തുണ്ടാക്കിയ, മനുഷ്യരിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ സേവനത്തിന് നമ്മൾ ഫ്ലക്സ് വെക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. അതൊന്നും ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ നന്ദി ബോധമില്ലാത്ത ആളുകളാകണം എന്നൊന്നും ഞാൻ പറഞ്ഞതിനർത്ഥമല്ല. അത്തരം അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ചിലപ്പോൾ ഒന്നും ചെയ്യാത്ത പല ഭരണാധികാരികളെയും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഞാൻ പറയുന്നത്, നമ്മളെ റിക്വസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മളിൽ നിന്ന് പിരിച്ചെടുത്തത് കൊണ്ടോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അവരോട് നന്ദി പ്രകടനത്തിന് മറന്നുപോയിട്ടില്ല. എന്നാൽ നമ്മളിൽ നിന്ന് ഒരാൾ പോലും റിക്വസ്റ്റ് ചെയ്യാതെ എൻ്റെ ഉമ്മയുടെയോ ബാപ്പയുടെയോ റിക്വസ്റ്റിന്റെ കടുപ്പമാണ് എൻ്റെ കണ്ണിന്റെ കാഴ്ച എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഓരോ നിഅമത്തുകളും അവരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് എന്ന് പറയാൻ നിർവാഹമില്ല. എന്ന് പറഞ്ഞാൽ ഉമ്മന്റെയും ബാപ്പന്റെയും പ്രാർത്ഥന കൊണ്ട് ഒരു നിയമത്തും കിട്ടിയിട്ടില്ല എന്നല്ല, മറിച്ച് ഉമ്മയും ബാപ്പയും പഠിച്ചോനെ എനിക്കൊരു നല്ല മകനെ തരണേ എന്ന് ചിലപ്പോൾ ദുആ ചെയ്തിട്ടുണ്ടാകാം. അല്ലാഹു നമ്മളൊക്കെ സാലിഹീങ്ങളാക്കി അവരെ സന്തോഷിപ്പിക്കട്ടെ. അതേ സ്ഥാനത്ത് നമ്മളെ ജീവിതത്തിൽ അവർക്ക് പോലും അറിയാത്ത എന്തൊക്കെയോ നിഅമത്തുകൾ ഒളിച്ചു കിടക്കുന്നുണ്ട് ഈ ശരീരത്തിൽ. കണ്ണും മൂക്കും നാക്കും വായും മാത്രമല്ല, മനുഷ്യന്റെ ശരീരത്തിൽ നമുക്ക് പരിചയമില്ലാത്ത എന്തെല്ലാം നിഅമത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക്, മനുഷ്യന്റെ ശരീരത്തിൽ എന്തെല്ലാം നിഅമത്തുകൾ, ആ നിഅമത്തുകൾ ഒരു സെക്കൻഡ് നിന്നുപോയാൽ, ഇപ്പൊ പലപ്പോഴായി കേൾക്കുന്ന ഒരു പുതിയ രോഗത്തിന്റെ പേരാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. 10 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പൊന്നും അങ്ങനെ സ്ട്രോക്ക് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഞാൻ കേട്ടിട്ടില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലെ, 20 കൊല്ലം മുമ്പ് എന്നൊക്കെ സ്ട്രോക്ക് എന്ന് പറഞ്ഞ രോഗം അങ്ങനെ കേൾക്കുന്ന എന്റെ പരിചയത്തിൽ എനിക്ക് ഓർമ്മയിലില്ല. ഇപ്പൊ സ്ട്രോക്ക് എന്ന് പറയുന്നത് വിപുലമായി കേൾക്കുന്ന ഒരു രോഗമായി നമ്മുടെ നാടുകളുടെ എല്ലാ ഭാഗങ്ങളിലും പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്? മനുഷ്യന്റെ ശരീരത്തിലെ എത്രയോ കിലോമീറ്ററുകൾ നീളത്തിൽ വെക്കാൻ മാത്രം നീളമുണ്ട് എന്ന് പറയപ്പെടുന്ന ശരീരത്തിലെ വളരെ ചെറിയ ഞരമ്പ്, എന്നെ പോലെയുള്ള വലിയ തടിയും വലുപ്പമുള്ള ആളുകളുടെ ശരീരത്തിൽ ഈ ചെറിയ ഞരമ്പ് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കണ്ടാൽ ചിലപ്പോൾ ശരീരത്തിന്റെ 100-ൽ 1 ഭാഗത്തിന്റെ വലുപ്പം പോലും ഇല്ലാത്ത ഈ ഞരമ്പിന് ചെറിയ സ്ട്രോക്ക് വന്നപ്പോ കയ്യിന്റെ ചലനറ്റുപോയി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കാലിന് അനക്കമില്ലാതെ ആയിപ്പോയി, ബുദ്ധിക്ക് ഓർമ്മയില്ലാതെ ആയിപ്പോയി, ശരീരത്തിന് തളർച്ച വന്നുപോയി, പറഞ്ഞതെന്താണ് ഓർമ്മയില്ലാതെയായി, കേൾക്കാനുള്ളത് എന്താണ് ഓർമ്മയില്ലാതെയായി.
ദുന്യാവിലാണോ ആഖിറത്തിലാണോ എന്ന് പറയാനറിയാത്ത കോലത്തിലായി. എന്താ സംഭവിച്ചത്? കണ്ണുപോയതല്ല, കാതുപോയതല്ല, ശരീരത്തിൽ നമ്മൾ കാണുന്ന ഇതുപോലുള്ള ഏതെങ്കിലും പ്രത്യക്ഷത്തിലുള്ള പെട്ടെന്ന് നോക്കിയാൽ കാണുന്ന അവയവങ്ങൾക്ക് തകരാറ് വന്നതല്ല. ശരീരത്തിന്റെ അവയവത്തിൽ എവിടെയോ ഒരു ചെറിയ ഞരമ്പിന് തകരാറ് വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നില്ല. ഇത്രയും വിശാലമായ നിഅമത്ത് അല്ലാഹു തആല ജനിക്കുമ്പോൾ ചെയ്തു തന്നു എന്നല്ല, ഇന്ന് വരെ ഓരോ സെക്കൻഡിലും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാവപ്പെട്ട മുത്തഅല്ലിം നിങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ കാത് എൻ്റെ ശരീരത്തോട് എത്രത്തോളം അടുപ്പമുണ്ട്, പക്ഷേ എൻ്റെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ശബ്ദവും എൻ്റെ കാത് കേൾക്കുന്നില്ല. ആ ശബ്ദം അതേ നമ്മളെ കാത് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ശരീരത്തിൽ ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ശരീരം ചോറായിട്ട് പണിയെടുക്കുന്നുണ്ടാകാം. ആ ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പണി നടക്കുന്നു എന്നതിൻ്റെ പേരിൽ എൻ്റെ ശരീരത്തിൽ നിങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പ്രയാസം റബ്ബെനിക്ക് തന്നിട്ടില്ല, നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് പറഞ്ഞങ്ങൾ തീരാത്ത നിഅമത്തുകൾ ഓരോ സെക്കൻഡിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിനെ എത്രത്തോളം നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നു എന്നാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതേ സ്ഥാനത്ത് നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എന്തെങ്കിലും അമളി ഉണ്ടായാൽ, എന്തെങ്കിലും അപാകതകൾ ഉണ്ടായാൽ, എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായാൽ, പടച്ച റബ്ബേ ഭാര്യ അറിയരുത് എന്ന് ആഗ്രഹിച്ചു പോയി, ബാപ്പ അറിയരുത് എന്ന് ആഗ്രഹിച്ചു പോയി, ഉമ്മ അറിയരുത് എന്ന് ആഗ്രഹിച്ചു പോയി. ഭാര്യ ഒന്നേ ഉള്ളൂ, ഉമ്മ ഒന്നേ ഉള്ളൂ, ബാപ്പ ഒന്നേ ഉള്ളൂ, ജ്യേഷ്ഠന്മാരും അനുജന്മാരും വിരലിലെണ്ണാനുള്ളതേ ഉള്ളൂ, നാട്ടുകാരി എന്ന് പറഞ്ഞാൽ 100 200 പറയാനുള്ളൂ. ഇത്രയും ചുരുങ്ങിയ ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപാകതകൾ പഠിച്ചവരെ അറിയരുത് നമ്മൾ ആഗ്രഹിക്കുന്നത് ലോകത്തുള്ള ജനതയുടെ 100ൽ 1% പോയിട്ട് ആ 1% പോലുമില്ല. എങ്ങനെ 100ൽ 1%ത്തിന്റെ 1% പോലും നമ്മൾക്കറിയുന്ന ആളുകൾ എന്ന് പറയുന്നതില്ല. എന്തെങ്കിലും ഒരു അപാകത പറ്റിപ്പോയാലോ അല്ലാഹ് അറിയുന്നുള്ള ഒരു ബേജാറും മനസ്സിൽ നമുക്ക് വരുന്നില്ല. മറിച്ചോ ഈ വളരെ തുച്ഛം വരുന്ന ആളുകൾ അവരറിയുമെന്നുള്ള ഭയങ്കര വെപ്രാളം. അതും കൂടി ഇനി വേണ്ടെന്നാണോ ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. നാട്ടുകാരുടെ മുമ്പിൽ ഒരു വിലയില്ലാത്ത തമ്മാടിയായി ജീവിക്കണം എന്നാണോ പറഞ്ഞതിന്? അങ്ങനെയൊന്നും അർത്ഥമില്ല. മറിച്ച് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, എന്നോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ചിന്തിക്കാനാണ്. നമ്മൾ ഓരോ സെക്കൻഡുകളും അറിയുന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ് ഓരോ സെക്കൻഡിലും നമുക്ക് ആവശ്യമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്ന, തന്നുകൊണ്ടിരിക്കുന്ന സിദ്ധാവായ അല്ലാഹ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ സെക്കൻഡിലും ചെയ്തുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകളുടെ പേരിൽ എന്തെങ്കിലും അപാകതകൾ പറ്റിയാൽ ആ റബ്ബ് അറിയുമോ എന്ന ഭയം നമ്മളെ പിടികൂടുന്നതിന് പകരം നമ്മളെ മനസ്സിലുടനെ ഓടി വരുന്നത് പഠിച്ച റബ്ബേ അയാളറിയോ, ഇയാളറിയോ, മറ്റേയാളറിയോ, അവരറിയോ, ഇവരറിയോ, അവരെ മുന്നിൽ വഷളാകുമോ, അവരെ മുമ്പിൽ കുറവാകുമോ എന്നുള്ള ഭയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ ഉള്ള ചിന്താഗതി നമുക്കില്ല. അതാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, ആദ്യമായി അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ വഴിയിൽ കിടക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് അൽ-ഇറാദു അനിൽ ഖൽഖ്. സൃഷ്ടികൾക്കിടയിൽ ഇവിടെ എന്ത് സംഭവിച്ചാലും അവർക്ക് ഒരു ബേജാറുമില്ല. ചിലപ്പോൾ അവർ പലതും ആക്ഷേപിക്കും, ഭ്രാന്തനാണ് എന്ന് പറയും. അവർ ചിലപ്പോൾ അവരെ കൊണ്ട് ജീവിതത്തിൽ അവരെ ജീവിതം കാണുമ്പോൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറയും. കാരണം അവരെ കയ്യിൽ ഭൗതികമായ ലോകത്തെ നേട്ടങ്ങളൊന്നും പറയാനില്ല. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഭൗതികമായ നേട്ടങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ കാണാനില്ല. നല്ല വസ്ത്രധാരണയില്ല, നല്ല വീടില്ല, നല്ല സൗകര്യമില്ല, നല്ല കാറില്ല. ഇപ്പോഴത്തെ പുതിയ കുട്ടികളാണെങ്കിൽ കയ്യിൽ നല്ല മൊബൈൽ ഉണ്ടോന്നാണ് കുട്ടികൾ നോക്കാൻ, നല്ല മൊബൈലില്ല, ഒന്നും അവരെ കയ്യിലില്ല. അതേ സ്ഥാനത്ത് അവരെ കയ്യിൽ ഏറ്റവും വലിയ സമ്പാദ്യമുണ്ട്. ഖൽഖിൽ നിന്ന് അവർ വിട്ടുപിരിഞ്ഞ് ഖാലിഖായ അല്ലാഹുവിലേക്ക് അവർ മനസ്സ് തിരിച്ചു.
ഖാലിഖായ റബ്ബിലേക്ക് അവരെ മനസ്സു തിരിച്ചു. ആ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഭൗതികതയ്ക്ക് ഒരു പ്രാധാന്യവും അവർ കൽപ്പിച്ചില്ല. മറിച്ച് അവരാഹറത്തിന് മാത്രം വില കൽപ്പിച്ചു. അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളെ മൈൻഡിലാണെങ്കിലോ നമുക്ക് ആളുകളെ മുന്നിൽ കാണിക്കാൻ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. ജനങ്ങളെ മുന്നിൽ മാന്യത ചമയാൻ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ല, മറിച്ച് ജനങ്ങളെ മുന്നിൽ അത് ആവശ്യമാണ്. നമുക്ക് ജീവിതത്തിൽ ആവശ്യം ഉണ്ടായിട്ടല്ല, പിന്നെ ജനങ്ങളെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ഇതിന്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം സഹനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, പരിശുദ്ധ റമദാനിൽ ഒരു ദിവസം വയല് കഴിഞ്ഞ് വരുമ്പോ എന്നോട് ഒരാളെ കുറിച്ച് പറഞ്ഞു. അയാൾ കാറ് വിൽക്കുന്നുണ്ട്. അയാൾ കാറ് ഒരേപോലത്തെ 2 കാറുണ്ട്. ഒരു കാർ എടുത്തതിന്റെ കാരണം അപ്പുറത്ത് അയൽവാസിയായിട്ടുള്ള വാശിയാണ്. അതുകൊണ്ട് ആ കാറ് വിൽക്കുന്നുണ്ട്, നല്ല കാറാണ്, വേണമെങ്കിൽ നമുക്ക് അയാളായിട്ട് സംസാരിച്ചു നോക്കാൻ തന്നെ ഒരാൾ എന്നോട് കുറെ മുമ്പുള്ള കഥയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, അയൽവാസിയുമായി വാശിയുടെ പേരിൽ കാറ് പർച്ചേസ് ചെയ്യാൻ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയല്ല, വേറൊരാളുടെ മുന്നിൽ എന്തൊക്കെയോ കാണിക്കണം എന്ന ചിന്തയുടെ പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ എന്തൊക്കെയോ ഷോഫ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ, മനുഷ്യന്റെ മുന്നിൽ ചമയുന്ന ഇത്തരം പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന മഹാന്മാർ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽ ഇറാദു അനിൽ ഖൽഖ്, സൃഷ്ടികളെ തൊട്ട് തിരിഞ്ഞു കളയാ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞാൽ അവരെ മുന്നിൽ ഞാനൊരു വലിയവനാണെന്ന് വരുത്തി തീർക്കാൻ, അവരെ മുന്നിൽ ഞാനൊരു വലിയാണ് എന്ന് വരുത്തി തീർക്കാൻ, ജനങ്ങളുടെ മുന്നിൽ ഞാനൊരു വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാൻ. എത്രത്തോളം ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞു, അത്തരം മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ ജീവിതത്തിൽ കറാമത്തുകൾ പ്രകടമാണ്. കറാമത്തിന്റെ വിഷയത്തിൽ നിഷേധ്യമില്ല. പക്ഷേ ഔലിയാക്കൾ കറാമത്ത് കാണിക്കുമ്പോ അവർക്കൊരിക്കലും അതൊരു വലിയ എന്തോ സംഗതിയാണ് എന്ന നിലക്കല്ല അവർ ചെയ്യുന്നത്, മറിച്ച് അവരുടെ ശരീരത്തിൽ ഔറത്ത് വെളിവാകുന്നത് പോലെ അവരതി ചിന്തിക്കും, പടച്ച റബ്ബേ എന്റെ കറാമത്താണ്, ഞാനാണ് അതിന്റെ ആള് എന്ന നിലക്ക് എന്നിലേക്ക് ചേർത്തപ്പെടുന്നത് ഞാൻ ഭയപ്പെടുന്നു അല്ലാഹ്. എന്താ കാരണം എന്നറിയോ? ഞാൻ ഈ കറാമത്തൊക്കെ കാണിക്കുന്ന അള്ളാഹിന്റെ അടുക്കൽ വലിയ ആളാണ് എന്ന് ജനങ്ങളെ മുന്നിൽ വരുത്തി തീർക്കണം എന്നുള്ളൊരു ചിന്താഗതി എന്റെ മനസ്സിൽ വന്നു പോയാൽ പിന്നെ ജനങ്ങളെ മുന്നിൽ അത്ഭുതം കാണിച്ചത് കൊണ്ട് കറാമത്താകില്ലല്ലോ. ജനങ്ങളെ മുന്നിൽ അത്ഭുതം കാണിക്കാൻ കറാമത്ത് വേണോ? വേണ്ട. അതേ ജനങ്ങളെ മുന്നിൽ അത്ഭുതം കാണിക്കാൻ മുഅ്ജിസത്ത് വേണോ? വേണ്ട. ശൈത്വാനിയത്തിന്റെ സഹായം കൊണ്ട് എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കുന്നവരുണ്ട് ഇവിടെ. ശൈത്വാനിയത്തിന്റെ സഹായം കൊണ്ട് അത്ഭുതം കാണിക്കുന്ന എന്തെല്ലാം അത്ഭുതങ്ങളുണ്ട് ഇവിടെ. എന്താണ് തർക്കം? അതേ സ്ഥാനത്ത് ഈമാനുള്ള റബ്ബിനറിഞ്ഞ് തഖ്വ ചെയ്ത് ജീവിച്ച മഹാന്മാർ, അവരിലൂടെ ഉണ്ടാകുന്ന ഖവാരിഖുൽ ആദാത്ത്, സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി സംഭവിക്കുന്ന സംഭവങ്ങൾ, അതിനാണല്ലോ കറാമത്ത് എന്ന് പറയുന്നത്. അല്ലാതെ അത്ഭുതം കാണുമ്പോഴേക്ക് കറാമത്താണ് എന്ന് വിചാരിക്കരുത്. എല്ലാ അത്ഭുതങ്ങളും കറാമത്തല്ല. നബിയാണ് എന്ന് വാദിച്ചു വന്ന മുസൈലിമത്തുൽ കദ്ദാബ് ഇവിടെ അത്ഭുതം കാണിച്ചിട്ടുണ്ട്. എന്തിലധികം പറയാനാ? ഖിയാമത്ത് നാളാകുമ്പോ എല്ലാ മുഅ്മിനീങ്ങളും അത്തഹിയ്യാത്തിൽ റബ്ബിനോട് കാവലിനെ ചോദിക്കുകയാണ്. വമിൻ ഫിത്നതിഹിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ അത്ഭുതം കാണിച്ച് എന്തെല്ലാം ഇവിടെ കാണിക്കാൻ പോകുന്നുണ്ട്. അതേ ജനിച്ചു എന്നും മരിച്ചു എന്നൊക്കെ തോന്നുന്ന ആളുകളെ ജീവിപ്പിക്കാനൊക്കെ കാണിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ ദജ്ജാലിന്റെ ഇവിടെ കഥയായി കാണാനിരിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് വലിയാകൂല, അത്ഭുതം കാണിച്ചത് കൊണ്ട് മാത്രം ഒരാൾ വലിയാകൂല. അത്ഭുതം കാണിക്കുക എന്നത് വലിയാകാനുള്ള ഏറ്റവും വലിയ അടയാളാണ് എന്ന് വിചാരിക്കരുത്. മറിച്ചോ ഏറ്റവും വലിയ ഔലിയാക്കൾക്ക് ഉണ്ടാകേണ്ട അടയാളമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ജനങ്ങളുമായി കണക്ഷൻ ഇല്ല. ജനങ്ങളെ മുന്നിൽ മാന്യനാകണം, ജനങ്ങളെ മുന്നിൽ മുതലാളിയാകണം, ജനങ്ങളെ മുന്നിൽ വലിയ ശൈഖാകണം, ജനങ്ങളെ മുന്നിൽ വലിയകളോ, അങ്ങനെയുള്ളൊരു ചിന്ത അവർക്ക് പറയാനില്ല. മറിച്ചോ അവരെ മനസ്സെന്താണ് എന്നറിയോ? ഏത് കാര്യം ചെയ്യുമ്പോൾ
ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി, സെട്ടാവായ റബ്ബിന്റെ ഒരു തൃപ്തി കിട്ടണമല്ലോ, ആ റബ്ബിന്റെ ഒരു തിരുനോട്ടം കിട്ടണമല്ലോ, അവന്റെ അടുക്കൽ തൃപ്തി കിട്ടിയിട്ട് വിജയം കൈവരിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലൊന്ന് ഉൾപ്പെട്ട് കിട്ടണമല്ലോ. ഇത് ചിന്തിക്കുന്നവരാണല്ലോ അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഔലിയാക്കളെ നേതാവായ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരുടെ നേതാവാണ്. സ്വർഗത്തിലെ ഒന്നാമത്തെ ഔലിയാക്കളെ ലീഡറാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ ബഹുമാനം ഞാൻ അത് പറയേണ്ടതില്ലല്ലോ. യാതൊരുമില്ല, വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഏതോ യുദ്ധത്തിന്റെ പേരിലോ അല്ലാത്തതിന്റെയോ പേരിൽ മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടാക്കിയ ഷിയാക്കളുണ്ട് എന്ന് തോന്നുന്ന ചില ചിന്താഗതിക്കാരുണ്ടാകാം. യുദ്ധവും അതുപോലുള്ള പ്രവർത്തനങ്ങളും എല്ലാം ചിലപ്പോൾ രാഷ്ട്രീയപരമാണ്. ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് രാഷ്ട്രീയം പറയാൻ പോകുന്നില്ല. അതേ സ്ഥാനത്ത് ദീനിന്റെ വിഷയത്തിൽ ഒരു കാര്യം പറയട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് വിശ്വസിക്കുന്ന, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പേച്ചുപോയ ആളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കൂട്ടം ആളുകളാണല്ലോ ഷിയാക്കൾ എന്ന് പറയുന്നത്. വഅദ് കേൾക്കുന്ന മുസ്ലിമേ, അവർക്ക് സിന്ദാബാദ് പിടിക്കാൻ മുസ്ലിമിന് നിർവാഹമില്ല. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭയങ്കര സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോട് ഭയങ്കര സ്നേഹം, ഇത് അഭിനയിച്ചു കാണിക്കും. എന്നിട്ടോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാഫിർ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പിന്നെ ഇവനെന്ത് മുസ്ലിമാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് വിശ്വസിക്കുന്ന ശിയായിസത്തെ മുസ്ലിമെ ഒരിക്കലും നമുക്ക് കൈയടിച്ച് സ്വീകരിക്കാൻ നിർവാഹമില്ല. വലിയേറെ ഇപ്പോൾ ഇവിടെ ലോകാടിസ്ഥാനത്തിലൊക്കെ ഭയങ്കര രാഷ്ട്രീയമായ പുരോഗതി ഉണ്ടാക്കിയവർ അവരാണ് ഇവരാണ്. ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നതല്ല, ഞാൻ ദീന് പറയാൻ വന്നതാണ്. രാഷ്ട്രീയത്തിന്റെ കഥ വേറെ പറയാം, അത് രാഷ്ട്രീയ ചർച്ചകളിൽ പറയേണ്ടതാണ്. ഞാനിവിടെ പറയുന്നത് ദീനിയായ വിഷയമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ലീഡറാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിലധികം പറയാനാണ്, ഇന്നും ജീവിച്ചിരിക്കുന്ന ഇത്തരം രാജ്യങ്ങളിൽ ജീവിക്കുന്ന പലരും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാഫിറാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും മുസ്ലിം ആകൂല എന്ന് പറയുന്നവരാണ്. ഞാൻ വെറുതെ പറയല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാഫിറാണ് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം ആകൂല എന്ന് പറയുന്ന ഷിയാക്കളുണ്ട് ഇവിടെ. ഏത് കാലത്ത് 1300 1200 കൊല്ലം മുമ്പുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത്. ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഷിയായിസത്തിന് വേണ്ടി ലോകാടിസ്ഥാനത്തിൽ പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുടെ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാഫിറത്താണ് എന്ന് വിശ്വസിക്കണം. ഇയാദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരെയാണ് കാഫിറത്താണ് എന്ന് വിശ്വസിക്കാൻ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വിശദമായി ചർച്ച ചെയ്തത് കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കഴിഞ്ഞാൽ സ്നേഹമുണ്ടായത് എന്നതിന്റെ പേരിൽ ഭാര്യമാർക്കിടയിൽ പോലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മുസ്ലിമിലെ ഹദീസ് കാണാം. ആ ഹദീസിന്റെ അടിയിൽ സ്നേഹത്തെക്കുറിച്ചും സ്നേഹത്തിന്റെ ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചും സ്നേഹം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാഫിറത്താണ് എന്ന് വിശ്വസിക്കണം എന്നാ പറയുന്നത്. ഇതൊരു മുസ്ലിമിന് കഴിയുമെന്നാ ഞാൻ ചോദിക്കുന്നത്. ഈമാനുള്ള വിശ്വാസികളെ ഇല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാഫിറത്തായിട്ട് നമ്മൾ മുസ്ലിമായ പിന്നെ മുസ്ലിമിന്റെ വില എന്താണ്? യാതൊരുമില്ല, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട്, ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നു, ഏതെങ്കിലും ആളുകൾ അങ്ങനെയുള്ള ഏതെങ്കിലും ആളുകൾ രാഷ്ട്രീയമായ മുൻപന്തിയിൽ, രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ അതാ കമ്മ്യൂണിസം മുന്നിലാകാം. അതുകൊണ്ട് കമ്മ്യൂണിസം നല്ലതാണ് എന്ന് പറയാൻ പറ്റൂല. അതുപോലെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും, ഇതുപോലുള്ള ദീനിന്റെ വിരോധികളായ പല ആളുകളും കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ മതമില്ല എന്ന് പറയുന്നവൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാം. അതുപോലുള്ള ആളുകളും അതേ രാഷ്ട്രീയത്തിന്റെ മുൻപന്തിയിൽ വന്നേക്കാം. രാഷ്ട്രീയമായിട്ടേ വിലയിരുത്താൻ നിർവാഹുള്ളൂ. ഒരിക്കലും അവിടെ പോയിട്ട് നമുക്ക് അല്ലാഹുവിന്റെ ദീനിനെ അതിനോട് കൂട്ടിക്കെട്ടാൻ നിർവാഹമില്ല. അങ്ങനെ കൂട്ടിക്കെട്ടിയാ സംഭവിക്കുന്നത് എന്താണ് എന്നറിയോ? അല്ലാഹുവിന്റെ
അള്ളാന്റെ ദീനും രാഷ്ട്രീയം ഒന്നാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ പെണ്ണിന്റെ കൈപിടിക്കേണ്ടി വന്നേക്കാം, രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ പെണ്ണിന്റെ തലയിൽ കൈവെക്കേണ്ടി വന്നേക്കാം, രാഷ്ട്രീയക്കാർക്ക് റോഡിൽ പെണ്ണിനെ ഇറക്കേണ്ടി വന്നേക്കാം, രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ റോഡിൽ അതേ മത്സരിക്കാൻ പെണ്ണിനെ അതേ മത്സരിപ്പിക്കാൻ നിർത്തേണ്ടി വന്നേക്കാം. അതൊക്കെ രാഷ്ട്രീയത്തിലുള്ള ചർച്ചകളാണ്, നമ്മളെ ചർച്ചയല്ല. അള്ളാന്റെ ദീനിന്റെ വിഷയത്തിലാകുമ്പോഴോ അന്യ പെണ്ണാണോ തൊടുന്നതിന്റെ വിധി ഹറാമാണ്. ഞങ്ങളെ MLA ആകാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോട് ഒരു കിതാബിലും സ്ഥാനാർത്ഥിനെ തൊടല് ജായിസാണ് എന്ന് സ്ഥാനാർത്ഥിയായാ പറ്റൂന്ന് ഒരു കിതാബിലും കാണാനില്ല. കാരണം കിതാബില് രാഷ്ട്രീയമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്, അള്ളാന്റെ ദീനാണല്ലോ. അള്ളാന്റെ ദീനിന്റെ നിയമം അനുസരിച്ച് കാണാനും തൊടാനും പറ്റുന്നവരെ അല്ലാത്തവരെ തൊടാൻ അത് MLA ആകുന്നത് കൊണ്ടോ MP ആകുന്നത് കൊണ്ടോ മന്ത്രിയാകുന്നത് കൊണ്ടോ കാണാനും തൊടാനും പറ്റുന്ന ന്യായമായിട്ട് ഒരൊറ്റ കിതാബിലും കാണാനില്ല. അപ്പൊ ചിലർ ചോദിക്കും, മൊയ്ലിയാരെ അയാള് തൊട്ടതോ, ആ മൊയ്ലിയാര് തൊട്ടതോ, ആ തങ്ങള് തൊട്ടതോ, ഇയാള് തൊട്ടതോ ഒന്നും എനിക്കറിയില്ല. ഞാനിവിടെ ഏതെങ്കിലും മൊയ്ലിയാരെ കഥ പറയാൻ വന്നതല്ല, തങ്ങന്മാരെ പറയാൻ വന്നതല്ല. ഞാനിത് പറയുന്നത് അള്ളാന്റെ ദീനാണ്. എന്നോട് വെറുപ്പ് തോന്നരുത്, അള്ളാന്റെ ദീനിന്റെ നിയമമാണ്. അന്യ പെണ്ണിനെ തൊടൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് രാഷ്ട്രീയത്തിൽ മുൻപന്തിയിലുള്ള പെണ്ണാകട്ടെ. മൊയ്ലിയാരെ എന്ന കൈയിന്റെ മേലെ കുത്താൻ പറ്റുമോ? കുത്തിയാലും തൊടൽ തന്നെയാണ് മോനെ, തൊടുന്നതിന്റെ വിധി ഹറാമാണ്. ഞാൻ തൊട്ടിട്ടില്ല, തടവിയിട്ടില്ല. അത് കുത്തലായാലും തടവലായാലും നിയമം ഒന്നാണ്. അന്യ പെണ്ണിനെ തൊടുന്നതിന്റെ വിധി അതിന് മാറ്റമില്ല. ഞാൻ ഈ അടുത്ത് എവിടെയോ പ്രസംഗിച്ചൊരു പ്രസംഗത്തിൽ മഹറമുകളെ കുറിച്ച് വിശദമായി പ്രസംഗിക്കുന്ന ക്ലിപ്പിന്റെ ഇടയിലുള്ള ഒരു ഭാഗം മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കാണാനിടയായി. എന്താ അതിൽ പറയുന്നത് എന്നറിയോ? സ്വന്തം എളാമ്മയുടെ മകളെ തൊടാൻ പറ്റൂല, സ്വന്തം മൂത്തുമ്മാന്റെ മകളെ തൊടാൻ പറ്റൂല, ഉപ്പാന്റെ ചേട്ടന്റെ മകനെ തൊടാൻ അന്യ പെണ്ണ്, സ്വന്തം ഉപ്പാന്റെ ചേട്ടന്റെ മകളെ തൊടാൻ പറ്റൂല, ചേട്ടന്റെ മകനെ തൊടാൻ പറ്റൂല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പലരെയും തൊടാൻ പറ്റാത്തത് ഇസ്ലാം പഠിപ്പിച്ചത് ഇങ്ങനെ പറയുന്നു. അതിന്റെ അടിയിൽ ചില മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ ചിലപ്പോ ചോദിക്കേണ്ട, മൊയ്ലിയാരെ ഇതെന്ത് മതമാണ്? യാതുമില്ല. മതത്തിന്റെ നിയമങ്ങൾ പറയുമ്പോ മതത്തിനെ കുറ്റം പറയുന്നവരായി മുസ്ലിം നാമധാരികൾ പോലും മാറി ചിന്തിക്കുന്ന ലോകമായ ഖിയാമത്ത് നാളിന് പിന്നെ എവിടെ പോകാനാണ്? ആലോചിച്ചു നോക്കി ഈമാനുള്ള വിശ്വാസികളെ, ഞാനിത് പറഞ്ഞത് അള്ളാന്റെ ദീനിന്റെ നിയമമാണ്. അന്യ പുരുഷന്മാരും അന്യ പെണ്ണുമായിട്ട് എണ്ണുന്നതാണ് സ്വന്തം ഉപ്പാന്റെ അനുജന്റെ മകള് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വൈവാഹിക ബന്ധം പറ്റുന്ന ഒരാളെയും തൊടാനോ ഇവരെ തൊടാനോ നോക്കാനോ ആവശ്യമില്ലാത്തവരിലേക്ക് നോക്കിയിരിക്കാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പൊ ചിലർ ചോദിക്കാണ്, സ്വന്തം പെങ്ങളല്ലേ? അങ്ങനെ സ്വന്തം പെങ്ങളല്ലേ എന്നാ ചോദ്യം. അങ്ങനെ സ്വന്തം പെങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ പെങ്ങളാവോ? സ്വന്തം പെങ്ങളല്ലേ? വാപ്പാന്റെ ചേട്ടന്റെ മോള് എന്ന് പറഞ്ഞാൽ സ്വന്തം പെങ്ങളല്ലേ വലിയരെ? അങ്ങനെ പറഞ്ഞതുകൊണ്ട് സ്വന്തം പെങ്ങളാവോ? അപ്പൊ പിന്നെ സ്വന്തം പെങ്ങളാരാ? ഒരു പാക്കും മാക്കും ജനിച്ച പെങ്ങളെ കൊണ്ട് പിന്നെ എന്താ പറയാ? സ്വന്തം എന്നല്ലാണ്ട് പിന്നെ വേറെ ആരാന്റെ പെങ്ങൾ എന്നാ പറയാ? സ്വന്തം പെങ്ങൾ എന്ന് പറയുന്ന ഒരു വാപ്പന്റെയും ഉമ്മന്റെയും മക്കളായി ജനിച്ചവർ, അവർ സ്വന്തം പെങ്ങന്മാരാ. അതുകൊണ്ട് ബാപ്പാന്റെ അച്ഛൻ്റെ മക്കളുമായിട്ട് ഒരു ബന്ധമില്ല, ഒരു കണക്ഷനും ഇല്ല, കുടുംബയല്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അവരെ തൊടുന്നതിന് ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത്. അവരെ നോക്കുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നാ ഇസ്ലാം പറയുന്നത്. അവരുടെ പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരെ നോക്കുന്നതിന്റെ വിധി ഹറാമാണ്. അപ്പൊ ചില ആളുകൾക്ക് സംശയം, അങ്ങനെ സ്വന്തം പെങ്ങളെ നോക്കരുത് എന്നാണോ ഇസ്ലാം പറയുന്നത്? നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിൽ ഒരു സംഘടന ഉണ്ട് പോലും. സംഘടനയുടെ പേര് അമ്മാന്ന. എങ്ങനെ? സംഘടനയുടെ പേര് അമ്മാനാണ് പേര്. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാരും പിന്നെ ജ്യേഷ്ഠനും അനിയനും അങ്ങനെയാണ്. പിന്നെ അല്ലെങ്കിൽ തന്നെ അതിൽ കുഴപ്പമുണ്ട്. അവൻ തൊട്ടു ഇവൻ തോണ്ടി എന്ന് പറഞ്ഞ് പത്രം തീർത്തും വായിക്കാൻ പറ്റാത്തൊരു സമയമുണ്ട്. അവൻ തോണ്ടിക്കളഞ്ഞു, ഇവൻ തോണ്ടിക്കളഞ്ഞു, ഓള് തോണ്ടിക്കളഞ്ഞു. പത്രത്തിൽ കുറച്ച് ദിവസം ഇതന്നെയായിരുന്നു ചർച്ച. അമ്മേന്റെ കീഴിലുള്ള ജോലി, അമ്മേന്റെ കീഴിൽ ഒന്നിച്ച് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കഥയാണ് ഞാൻ പറയുന്നത്. പേര് അമ്മേന്നാണ്. അങ്ങനെ പേരിട്ടത് കൊണ്ട് അമ്മയാവോ? അമ്മ എന്ന് പേരിട്ടിട്ട് എല്ലാവരും അമ്മേന്റെ മക്കളാണ്. അങ്ങനെ ഉണ്ട് ഇപ്പൊ ചില ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കുടുംബം എന്ന് പേര് പറഞ്ഞാൽ ഒക്കെ ജായിസായി അല്ലേ? അതിന് ചിലപ്പോ സ്വലാത്തിന്റെ പേരായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പേരായിരിക്കും. എന്നിട്ടോ കുടുംബം എന്ന് ഒരു പേര് ലാസ്റ്റ്, എന്നാ പിന്നെ എല്ലാം ജായിസായല്ലോ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മളെ നാട്ടിൽ ഉണ്ടാകൂല എന്ന് ഞാനെങ്കിൽ വിചാരിക്കാം. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. അല്ലേ? കുടുംബം എന്ന് പേരിട്ട ഒക്കെ ജായിസായി എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ
എന്നിട്ടോ അതിന്റെ ആ കുടുംബത്തിന്റെ പേരിൽ എന്തെല്ലാം ഹറാമിന്റെ വഴികളാ തുറന്നു കൊടുക്കുന്നത്. കുടുംബം എന്ന് പേരിട്ടത് കൊണ്ട് കുടുംബാവോ? അതാ ഞാൻ നേരത്തെ ചോദിച്ചത്, സ്വന്തം പെങ്ങളല്ലേ എന്ന് ചോദിച്ചതുകൊണ്ട് പെങ്ങളാകൂല. ഇസ്ലാം വളരെ കാഴ്ചപ്പാടുള്ള മതമാണ്. വൈവാഹിക ബന്ധം ഹലാലായ ആരൊക്കെയുണ്ടോ അവരെ ഒന്നും കാണാനും തൊടാനും പറ്റൂല. ഒന്നിരിക്കെ വൈവാഹികമായ ബന്ധമുണ്ടാകണം. അവരിലേക്ക് വൈവാഹിക ബന്ധം ഉണ്ടായി അവരെ കാണാനും തൊടാനും പറ്റും. അപ്പൊ പിന്നെ ഭാര്യയാണ്. അല്ലാതെ വൈവാഹിക ബന്ധത്തിലേക്ക് കടക്കാതെ അത്തരം ആളുകളെ കാണാനോ തൊടാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പോഴേക്ക് ചില ആളുകൾക്ക് ഭയങ്കര സംശയം, അപ്പൊ സ്വന്തം പെങ്ങളോട് പോലും സ്നേഹം കാണിക്കരുത് എന്ന് പറഞ്ഞ മതാണോ ഇസ്ലാം? യാതുമില്ല. സ്നേഹം കാണിക്കണമെങ്കിൽ അവളെ കാണുന്നുണ്ടോ? അവളെ തൊടണമെന്നുണ്ടോ? തൊടലാണോ സ്നേഹം എന്ന് പറയുന്നത്? അവളെ നോക്കി ഇങ്ങനെ ഇരിക്കലാണോ സ്നേഹം എന്ന് പറയുന്നത്? സ്നേഹം എന്ന് പറയുന്നത് കാണാനും തൊടാനും പറ്റാത്ത പെണ്ണിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതിനാണോ സ്നേഹം എന്ന് പറയുന്നത്? കാണാനും തൊടാനും പറ്റാത്ത ആളുകളെ പോയി തൊട്ടിട്ട് അതാണോ സ്നേഹപ്രകടനം എന്ന് പറയുന്നത്? അവരോട് സ്നേഹപ്രകടനം നടത്തുന്നത് കണ്ടിട്ടും തൊട്ടിട്ടുമില്ല. പിന്നെ അവിടെ സ്നേഹപ്രകടനം നടത്തേണ്ടത് അവർക്ക് ആവശ്യമായ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടാണ്. അത് തൊട്ടിട്ടാകണമെന്നില്ല, തടവിയിട്ടാകണമെന്നില്ല. അതിനവരുടെ ജീവിതത്തിൽ തൊടാനും തടവാനും അവരുടെ ജീവിതത്തിൽ അത്തരം സുഖങ്ങൾക്കും ആവശ്യമായ ആളുകളെ ഇണകളായി അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാതെ എല്ലാവരെയും കാണുന്നവരൊക്കെ തൊടണം എന്ന് വിചാരിക്കുന്ന ചിന്താഗതിയാണ് മറ്റേണ്ടത്. അപ്പൊ ചില ആളുകൾ പറയും, എന്തൊരു ചിന്താഗതിയാണ്, പയഞ്ചൻ ചിന്താഗതി. ഇന്നത്തെ കാലത്ത് പറയേണ്ടതാണോ ഇതൊക്കെ? ഇന്നത്തെ കാലത്ത് പറയേണ്ടതാണോ? ഏത് കാലത്ത്? ഇന്നത്തെ കാലത്ത് എന്തായാലും പറയണമെന്നാണ് ഞാൻ പറയുന്നത്. പഴയകാലം പോലെയല്ല, ഇന്നത്തെ കാലത്താ എന്തായാലും പറയേണ്ടത്. എന്തുകൊണ്ട്? പഴയകാലം ചിലപ്പോൾ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവസരങ്ങളില്ലാത്ത കാലമായിരുന്നു. ഇന്ന് അന്നത്തേതിനേക്കാൾ കൂടുതൽ ആറാമാകുന്ന പറയേണ്ടത്. കാരണം ബന്ധങ്ങൾ കൂടുതൽ ഈട്ടിയടക്കാൻ ഒരു മനുഷ്യനും അറിയാതെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് വഴികൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കാലത്തിനേക്കാൾ കൂടുതൽ അപകടകരമാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഇതെന്തൊരു മതാണ്? പഴഞ്ചൻ മതാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ്. പഴഞ്ചനാണ് ബഹുമാനം. നിങ്ങൾ വിചാരിച്ചത് പുതിയനാ ബഹുമാനം എന്നാ? പണ്ട് കാലത്തുള്ള വണ്ടീന്റെ എഞ്ചിന്റെ ബഹുമാനം ഒന്നും ഇന്നത്തെ വണ്ടികൾക്ക് ഇല്ല എന്ന് എല്ലാവർക്കും പറഞ്ഞൂടെ? എവിടെയാ ബഹുമാനം ഉള്ളത്? പഴയ കാലത്തുള്ള സാധനങ്ങളുടെ ക്വാളിറ്റി ഇന്നത്തെ സാധനങ്ങൾക്ക് ഉണ്ടാവും. പഴയതിനാണ് ബഹുമാനം. അപ്പോഴേക്ക് നമ്മളെ ഈമാൻ ഒലിച്ചു പോകരുത്. ചില പെങ്ങന്മാരുണ്ട്, അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ അടിയിൽ ചിലപ്പോൾ കമന്റ് ഉണ്ടാകും. ഇതെന്തൊരു ചിന്താഗതിയാണ്, ഓൾഡ് ചിന്താഗതി, 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവർ എന്നൊക്കെ എഴുതി വെക്കും അതിന്റെ അടിയിൽ. ഇത് കാണുമ്പോൾ അവർക്ക് തന്നെ തോന്നുകയാണ്, മോശമായി പോയില്ലേ, മോശമായി പോയി, നമ്മളൊരു 6-ാം നൂറ്റാണ്ടിൽ ജനിക്കേണ്ട ആളുകളായി പോയി. ഇന്നത്തെ കാലത്ത് ജനിക്കേണ്ടവരെയല്ലേ ആയിരുന്നു. നമ്മൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണെന്ന് നമ്മളെ കുറിച്ച് പറയുന്നത്. നമ്മൾ എത്രയാ മോശമായി പോയത്. എന്റെ വയല് കേൾക്കുന്ന ഉമ്മ, വയല് കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ, അങ്ങനെ ഒരു 6-ാം നൂറ്റാണ്ടിലെ ജീവിതത്തിന് അവസരം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് തന്നെയല്ലേ ഒരു മുസ്ലിം ആഗ്രഹിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ആരെ കൂടെയുള്ള ജീവിതമാണ് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ജീവിച്ച കാലയളവ്. ആ കാലയളവിൽ ജീവിക്കാൻ ഒരു അവസരമുണ്ടെങ്കിൽ എത്ര വലിയ ഭാഗ്യമായിരുന്നു. അല്ലാഹ് 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു. ഹറാമിന്റെ വഴികളിൽ നിന്ന് പലപ്പോഴും അതേ മാറി നിൽക്കാൻ അവസരം കിട്ടുന്ന ഒരു കാലയളവ്. എന്തിലധികം പറയാനാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശിഷ്യത്വം വാങ്ങാനും അവിടുത്തെ കാണാനും അവസരം കിട്ടാൻ സാധ്യതയുള്ള കാലയളവ്. എത്ര വലിയ ഭാഗ്യമായിരുന്നു. അങ്ങനെ ചോദിക്കുന്നവരോട് പറയണം, അതിനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ പറ്റണം. അല്ലാതെ 6-ാം നൂറ്റാണ്ടിൽ ജനിക്കേണ്ടവരാണ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഈമാൻ ഒലിച്ചു പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ഒരു പഴഞ്ചനായി പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ച് നമ്മളെ ഈമാൻ ഒലിച്ചു പോകരുത്. മറിച്ച് 6-ാം നൂറ്റാണ്ടിൽ ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ പറ്റണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായി വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസികളോട് പറയുന്നു, ഏതെങ്കിലും നിരീശ്വരവാദികളോ നിർമ്മലവാദികളോ ദീനിന്റെ വിരോധികളോ ഇസ്ലാമികമായ നിയമങ്ങളെ കൊച്ചാക്കി കാണിക്കാൻ, ഇസ്ലാമിന്റെ നിയമങ്ങളെ ചെറുതായി കാണിക്കാൻ, സമൂഹത്തിന്റെ ഇടയിൽ ഈ ശുദ്ധമായ ആശയത്തെ താറടിക്കാൻ അവർ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളിൽ ഒന്നാണ് പഴഞ്ചൻ ചിന്താഗതിയാണ്. പണ്ടത്തെ കാലത്തുള്ള ആളുകൾക്ക് ഉണ്ടാകേണ്ട ചിന്താഗതിയാണ്, ഇന്നത്തെ കാലത്ത് ഉണ്ടാകേണ്ടതേ അല്ല എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേക്ക് എന്റെ വയല് കേൾക്കുന്ന ഉമ്മ, നമ്മളെ ഈമാൻ ഒലിച്ചു പോയിക്കൂടാ.
നമ്മുടെ വിശ്വാസം ഒലിച്ചു പോയിക്കൂടാ. ഇവിടെയുള്ള ജനങ്ങളെയല്ല മുസ്ലിമേ നമ്മൾ പരിഗണിക്കേണ്ടത് ആരെയാണ് എന്നറിയോ? ഖാലിഖായ അല്ലാഹ്. ആ റബ്ബിനെ പരിഗണിച്ച് ജീവിക്കുന്നവനാണല്ലോ യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചത്, ഖുർആൻ എത്ര വ്യക്തമായിട്ടാ നമ്മളോട് പറഞ്ഞത്, ഖുർആൻ എത്ര വിശദമായിട്ടാ പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഈമാനുള്ള മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിലെ സാന്നിധ്യം ആരാണ് എന്നറിയോ? എപ്പോഴും സിട്ടാവായ അല്ലാഹ് എന്ന ചിന്താഗതി അവരുടെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യ ഘടകമാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനയാണ് അവർക്ക് എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിലേക്ക് അടുക്കാൻ എന്ത് വഴിയെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവന്റെ പൊരുത്തം കിട്ടിയുള്ള ജീവിതം കിട്ടാൻ എന്ത് വഴിയെന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്റെ കാരണമെന്നല്ലേ? ഭൂമി ലോകത്തി എല്ലാം തന്നവനവനാണ്, എല്ലാം തരേണ്ടവനവനാണ്. ഒരിക്കലും നിരാശയില്ലാത്ത കൽബോടുകൂടെ ആ റബ്ബിലേക്ക് മനസ്സ് തിരിക്കുന്ന മുസ്ലിമാണോ നിരാശനാകേണ്ടി വരൂല. ചില ആളുകളുണ്ട്, അവർക്ക് വല്ല വിഷയത്തിലും നിരാശരാണ്, അവർ ആശ മുറിഞ്ഞവരാണ്. എന്റെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ കാരുണ്യത്തെ കുറിച്ച് ബോധമില്ലാത്തവരും ഈ മനുഷ്യനായി പോകരുത്. ചില ആളുകൾ പറയും എനിക്കെന്തായാലും പഠിച്ചോൻ തരൂല. മെനഞ്ഞാന്ന് എന്റെ കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാനുമായി നല്ല ബന്ധമുള്ള മംഗലാപുരം ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. അയാൾ എന്നോട് പറയാണ്, എന്തായാലും അത്രയൊന്നും അല്ലാഹു തആല എനിക്ക് തരൂല എന്ന്. അയാൾ ഒരു ബിസിനസ് ചെയ്തോണ്ടിരിക്കുകയാണ്, അതിന്റെ ലാഭം അയാൾ തന്നെ പറഞ്ഞിട്ട് അയാൾ പറയാണ്, എന്തായാലും പഠിച്ചോൻ എനിക്ക് അത്രയൊന്നും തരൂല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, എന്തായാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അള്ളാഹിനെ പറ്റി നല്ല വിചാരാണ്. കച്ചവടം ചെയ്യുമ്പോൾ പോലും ആത്മവിശ്വാസം ഇല്ല അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹ് തരൂന്നുള്ള വിശ്വാസം ഇല്ല, മറിച്ച് അള്ളാഹു എനിക്കെന്തായാലും തരൂല എന്നുള്ള വിശ്വാസം. പിന്നെ പഠിച്ചവനിക്ക് എനിക്ക് എന്തിനാ കൊടുക്കേണ്ട ആവശ്യം? എന്നെപ്പറ്റി എന്താണോ മറ്റുള്ളവർ വിചാരിക്കുന്നത് അതുപോലല്ലേ ഞാൻ ആകണമെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലാഹ് പറഞ്ഞതായിട്ട്, അന ഇൻദ ദന്നി അബ്ദി ബി, എന്റെ അടിമ എന്താണോ എന്നെപ്പറ്റി കരുതുന്നത് അതുപോലെയാണ് ഞാൻ അവനിക്ക്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറഞ്ഞതായി പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹിനെ പറ്റി നല്ല ധാരണകളോ. എന്റെ വാപ്പാക്കൊന്നും കഴിവില്ല മൂല്യാനെ, വാപ്പാക്ക് സാമ്പത്തികവും ഇല്ല, ഭൗതികവും ഇല്ല, ദുന്യാവും ഇല്ല, ഒന്നുമില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ചെറ്റക്കുടിലിൽ ജീവിക്കുന്ന ആളുകളാണ്. എനിക്ക് വലിയ വലിയ സ്വപ്നങ്ങളൊന്നും പാടില്ലല്ലോ, കാരണം എനിക്ക് അതിനൊന്നും കഴിയില്ല. ബാപ്പാന്റെ ഹെൽപ്പില്ല, കുടുംബത്തിന്റെ ഹെൽപ്പില്ല, ആരെ ഹെൽപ്പില്ല, ഞാൻ എവിടെ എത്തിപ്പെടൂല എന്ന് ചിന്തിക്കുന്നതിന് പകരം ലോകത്ത് ഇന്ന് എത്തിപ്പെട്ട ആളുകളൊക്കെയും പണക്കാര മക്കളല്ല, പാവങ്ങളുടെ മക്കളാ ലോകത്ത് എത്തിപ്പിടിച്ച പലരുടെയും പുരോഗമന ചിന്താഗതികളിലേക്ക് എത്തിപ്പെട്ട പലരും എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? നേടിയെടുക്കണം എന്ന ഒരു ചിന്താഗതി അവർക്കാ ഉണ്ടാകല്. പണക്കാരന്റെ മക്കളാവുമ്പോ ബാപ്പ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോ ഞാനും കൂടി അധ്വാനിക്കേണ്ടില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാകുക. സാമ്പത്തികമായി വലിയ ഭദ്രതയുള്ള ആളുകളാകുമ്പോ അവരെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകുക, ബാപ്പ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്, ബാപ്പ എന്തായാലും കഷ്ടപ്പെട്ട് ഇനി ഞാനും കൂടി കഷ്ടപ്പെടണ്ടെന്നാ അവന്റെ മനസ്സിലുണ്ടാകുക. അങ്ങനെ മക്കളെ വളർത്താൻ പാടില്ല. സാമ്പത്തിക ശേഷിയുള്ള ഏതെങ്കിലും ആളുകൾ എന്റെ വേലുകൾക്ക് ഉണ്ടെങ്കിൽ അവരോടും പറയുന്നു, 18-20 വയസ്സായ സ്വന്തത്തിൽ അധ്വാനിച്ചിട്ട് സമ്പാദിക്കാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടാകുന്ന രൂപത്തിലെ സാമ്പത്തികമായി അവരെ മുന്നിൽ പെരുമാറാവൂ. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കലും ഭാര്യനോടും മക്കളോടും വരവിനെ കുറിച്ച് പറയാൻ പാടില്ല, ചെലവിനെ കുറിച്ച് പറയാം, വരവിനെ കുറിച്ച് പറയാൻ പാടില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, വരവിനെ കുറിച്ച് ഒരിക്കലും ഭാര്യനോടും ഭർത്താവിനോടും പറയാൻ പാടില്ല, ഭാര്യനോടും മക്കളോടും പറയാൻ പാടില്ല. അപ്പോഴേക്ക് ചില ഉമ്മാർക്ക് ദേഷ്യം പിടിച്ചു. മൊയ്ലിയാർ തുടങ്ങി, എല്ലാം മുടക്കുകയാണ്, എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായി തിരിഞ്ഞാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഞാൻ മുടക്കിയതല്ല, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുടക്കിയതാണ്. എന്തിനാ മുടക്കിയത് എന്നറിയോ? നിങ്ങൾ തമ്മിലുള്ള നല്ല കുടുംബ ബന്ധം എപ്പോഴും സന്തോഷത്തോടെ നിലനിൽക്കാനാ, അല്ലാതെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു കടഞ്ഞു വയ്ക്കാനല്ല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അയാൾ എത്രയാ വരുമാനം എന്ന് തിരിഞ്ഞാൽ കടഞ്ഞു വയ്ക്കാന്ന് വിചാരിച്ചിട്ടല്ല ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മറിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ ബന്ധം നിലനിൽക്കണമെങ്കിൽ എപ്പോഴും അത് ആവശ്യമാണ്. ഭർത്താവിന്റെ വരുമാനത്തെ കുറിച്ച് കൃത്യമായ ബോധ്യം ഭാര്യയ്ക്ക് ഉണ്ടാകരുത്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, വരുമാനം ഭയങ്കര ഓവറാണ് നോക്കുക, അവന്റെ ചെലവിനെക്കാളൊക്കെ എത്രയോ ഓവറാണ് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കുന്നത് മതിയാകൂല.
കിട്ടിയത് മതിയാകാത്ത പ്രശ്നമായിരിക്കും, എപ്പോഴും മതിയാകാത്ത പ്രശ്നമായിരിക്കും. കാരണം എത്ര കിട്ടുന്നുണ്ട് എന്ന് തിരിഞ്ഞല്ലോ, അതിന്റെ എത്ര ശതമാനമാണെന്ന് കൂട്ടി വെക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഇത്ര ശതമാനമല്ലേ എനിക്ക് ചെലവഴിക്കുന്നുള്ളൂ എന്നുള്ള ചിന്താഗതി ഉണ്ടാകുക. അപ്പൊ പിന്നെ തോന്നും പഠിച്ചോനെ അങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യോ, പല ചിന്താഗതിയും വരും. അതുകൊണ്ട് തന്നെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും വരവിനെ കുറിച്ച് പറയാൻ പാടില്ല, മക്കളോടും പറയാൻ പാടില്ല, ഭാര്യനോടും പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ കിട്ടുന്നതിൽ മതിയാകൂല, കിട്ടുന്നതിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാകൂല. മറിച്ച് അയാൾക്ക് വരുന്ന എത്രയാണ്. അങ്ങനെയുണ്ട് ചില ആളുകൾ ബ്രോക്കറായിട്ടാ പോവാ, കച്ചവടത്തിന് ബ്രോക്കറായിട്ട് പോകും. നിങ്ങളുടെ നാട്ടിൽ എന്തായാലും പറയാമെന്ന് അറിയില്ല, അങ്ങനെ ജോലി നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും എന്നോട് വെറുപ്പൊന്നും പിടിക്കണ്ട, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ബ്രോക്കറായിട്ടാ പോവാ, കച്ചവടം ചെയ്യാൻ വേണ്ടി പോയാൽ ബ്രോക്കറായിരുന്നു എന്നുള്ള പിന്നെ ഓർമ്മ ഉണ്ടാവൂല. കാരണം മറ്റേയാൾക്ക് കിട്ടുന്ന ലാഭം കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, എനക്കും വേണ്ടേ ലാഭം. അതിന് നേരത്തെ നിശ്ചയിച്ചൊരു ശതമാനം ഇല്ലേ, അതൊന്നും പറ്റൂല. അയാൾക്ക് അത്ര കിട്ടുന്നുണ്ട്, എനിക്ക് ഇത്ര കോടി കിട്ടണം, അയാൾക്ക് അത്ര കോടി ഉണ്ട്, എന്താ എനിക്കും ഇത്ര കോടി ഉണ്ടായിക്കൂടെ. അയാൾ അന്ന് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് പൈസ കൊടുത്ത് വാങ്ങി വെച്ച സാധനം വിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ബോധം പിന്നെ ഉണ്ടാക്കൂല. ഭൗതിക ലോകത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പിടിച്ചെടുക്കപ്പെട്ട ഒരു സാധനമായതുകൊണ്ട് അവർക്ക് എത്ര കിട്ടിയാലും മതിയാകൂല, കൊടുത്തതിൽ തൃപ്തി ഉണ്ടാകൂല, കിട്ടിയതിൽ മതിയാകൂല. കാരണം കിട്ടിയത് മനസ്സിലായി പോയി. അതുകൊണ്ട് ഒരിക്കലും ബ്ലോക്കർമാരോടും പറയരുത് എത്ര റുപ്യക്കാണ് സാധനം എടുത്തത്, കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പറയരുത്. പറഞ്ഞാൽ പിന്നെ അത് വിലക്ക് വിൽക്കാൻ പറ്റില്ല, വിറ്റാൽ അവർക്ക് കിട്ടിയ മതിയാകൂല. നിങ്ങൾക്ക് ഇത്ര ലാഭം കിട്ടിയില്ലേ വലിയരെ, അതിന് ഞാൻ ഇത്ര കൊല്ലം ഞാൻ ഈ പൈസയും കൊടുത്ത് വാങ്ങി വെച്ച സാധനം ഏത് കാലത്ത് വാങ്ങി വെച്ചതാ, അത്രയും കാലം എന്റെ പൈസയുടെ ഡെഡ് മണിയായിരുന്നു, എനിക്ക് 5 പൈസ അവിടെ നിന്ന് കിട്ടിയിട്ട് അതൊന്നും ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ അന്ന് വാങ്ങുമ്പോൾ അത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ, ഞാൻ ബ്ലോക്കർ ആയതുകൊണ്ടല്ലേ കിട്ടി, അതുകൊണ്ട് 5 കോടി എനിക്കാണ്. ഈ ചിന്താഗതി ഇല്ലാതിരിക്കണോ. ഒരിക്കലും മുതൽ പറഞ്ഞ് കച്ചവടം ചെയ്യരുത്. മുതൽ പറയാൻ പാടില്ല, എന്തിനാ മുതൽ പറയേണ്ട ആവശ്യം, മുതൽ പറയാൻ പാടില്ല. ഞാൻ ഇത് ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ എല്ലാവർക്കും വേണ്ടി പറഞ്ഞതാണ്. ഇത് ബ്ലോക്കർ കച്ചവടം ചെയ്യുന്നവർക്കും പറ്റും, അല്ലാത്തവർക്കും പറ്റും, എനിക്കും വിൽക്കണ്ടേ, അപ്പൊ അവനിക്ക് കൂടി പഠിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും മുതൽ പറഞ്ഞ് കച്ചവടം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ആ ഇടയിൽ നിൽക്കുന്ന ആളുകൾക്ക് തൃപ്തിപ്പെടുത്തിയിട്ട് കച്ചവടം പൂർത്തീകരിക്കാൻ സാധിക്കൂല. അപ്പൊ പിന്നെ ബ്ലോക്കർക്ക് എന്ന് തോന്നുന്നു, അങ്ങനെ അയാളെ വീട്ടിട്ട് പൈസ ഉണ്ടാക്കണ്ട, എനിക്ക് കിട്ടുന്ന ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല, അതുകൊണ്ട് മുടക്കി കളയാന്ന് വിചാരിക്കൂ. അതുകൊണ്ട് ഒരിക്കലും മുതൽ പറഞ്ഞ് കച്ചവടം ചെയ്യാൻ പാടില്ല. മറിച്ച് നമ്മളെ വരുമാനത്തെ കുറിച്ച്, അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ, ഭാര്യന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും, ഇത്രക്കാരം വരുമാനം ഉണ്ടായിട്ട് അത്രയല്ലേ ചെലവഴിച്ചുള്ളൂ എന്നാ തോന്നുക. ഇനി കൂടുതലില്ല, നമുക്ക് കിട്ടുന്നതുമായിട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോകും, ചിലപ്പോ കടവായി പോകും. എന്നാലും പറയരുത്. എന്തുകൊണ്ട് പറയരുത്? അവയൊക്കെ തോന്നും, ഒരു സാധനം പൈസയൊന്നും പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഈ ചങ്ങായിന്റെ കൂടെ അല്ലേ ഞാൻ ജീവിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടാകും. അതുകൊണ്ട് തൽക്കാലം വിഷമാണെങ്കിൽ പോലും ഭാര്യനോട് പറയരുത്. ചില ആളുടെ വീടിന്റെ പണി പൂർത്തിയാൻ വേണ്ടി ഭാര്യന്റെ പൊന്നിങ് വാങ്ങും. എന്റെ ഭാര്യയല്ലേ, എന്റെ ഭാര്യ തന്നെ എന്റെ തന്നെയല്ലേ, ശരിയാണ്, എന്റെ തന്നെയാണ്, ഓള സ്വർണ്ണം എന്റെ തന്നെയാണ്, എന്റെ തന്നെയാണ്, സത്യമാണ്. സമാധാനത്തിൽ ആ സ്വർണം വെച്ച് കിടന്നുറങ്ങാൻ പറ്റൂല. ഇവിടെ ഞാൻ പറയുന്നു, ഒരിക്കലും ഭാര്യന്റെ സ്വർണം വാങ്ങിയിട്ട്, തൽക്കാലം വേറെ ആരോടോ കടം വാങ്ങിയാലും ഭാര്യന്റെ സ്വർണം വാങ്ങിയിട്ട് ഒരിക്കലും വീടിന്റെ പണി പൂർത്തീകരിക്കരുത്. ഖിയാമത്ത് നാൾ വരെ മരിക്കുന്നവരെ സ്വർണം കേൾക്കേണ്ടി വരും. സ്വർണം 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 ഇതാണ് വാങ്ങിക്കൊടുക്കാനായിട്ട് ആവുകയില്ല, കാരണം പൈസ ഇങ്ങനെ കൂടി പോവാണ്. അപ്പൊ പിന്നെ വാങ്ങിച്ചു കൊടുക്കാനുള്ള വഴി ഉണ്ടാവൂല. അതുകൊണ്ട് ഭാര്യന്റെ സ്വർണം കണ്ടിട്ട് ആരും വീടിന്റെ പണി തുടങ്ങരുത്. അതുപോലെ അമ്മോശന്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും തറകെട്ടാൻ വേണ്ടി പോകരുത്. ഭയങ്കര വിവരക്കേടാണ്. അമ്മോശന്റെ കയ്യിൽ അയാൾ വിചാരിച്ചാൽ തറയാളം കെട്ടിപ്പോകും, കുറ്റിപ്പം കടിച്ചാൽ അയാൾ ഇപ്പം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്തായാലും കുറ്റി അടിച്ചാലേ ആ തറയിങ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുറ്റി അടിച്ചാൽ അമ്മോശം കൈവച്ചില്ല, ആ തറന്റെ പണി പൂർത്തിയാകൂല. തവക്കുൽ അല്ലാഹുവിലായിരിക്കണം. അല്ലാഹു ആണ് എന്നെ സഹായിക്കേണ്ടത് എന്നുള്ള അടിയുറച്ച വിശ്വാസം വേണം. ആ പോകുന്ന വഴിയിൽ ചിലപ്പോൾ പല പരീക്ഷണങ്ങൾ ഉണ്ടാകാം, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. ഉറച്ച തവക്കുലുണ്ടോ? അല്ലാഹു കൈയൊഴിക്കൂല. അല്ലാഹ് നീ ഞങ്ങൾ എവിടെയും കൈയൊഴിക്കരുത്, അല്ലാഹ് കൈയൊഴിക്കൂല എന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു പോയാൽ അള്ളാന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്, സഹായം എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള സഹായം ഉണ്ടല്ലോ, ബ്ലോക്കറെ സഹായമല്ല, ഭാര്യന്റെ സഹായമല്ല, മക്കളെ സഹായമല്ല, കൂട്ടാളികളെ സഹായമല്ല, സഹപാഠികളെ സഹായമല്ല, സഹചാരിയുടെ സഹായമല്ല, ആരുടെയും സഹായം യഥാർത്ഥത്തിലുള്ള സഹായമല്ല. അവര് തരുന്നതെല്ലാം റബ്ബ് കൊടുത്തിട്ടുള്ള സഹായമാണ്. യഥാർത്ഥത്തിൽ സഹായിക്കേണ്ടവനാരാണ്? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. യഥാർത്ഥത്തിൽ സദേ സഹായം വേണ്ടത് അല്ലാഹുവിൽ നിന്നാണ്. മൊയ്ലിയാരെ ബ്ലോക്കറും വിചാരിക്കണ്ടേ? ബ്ലോക്കർക്ക് വിചാരിക്കണമെങ്കിൽ മനസ്സിലിട്ട് കൊടുക്കേണ്ടത് ആരാണ്? ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്. അതുകൊണ്ട് എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ, അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാകണം. ആ റബ്ബ് കൈയൊഴിക്കൂല എന്നുള്ള അടിയുറച്ച വിശ്വാസം വേണം. അവൻ തരുമെന്ന അടിയുറച്ച വിശ്വാസം വേണം. ആ തരുമെന്ന് വിചാരിക്കും
വിചാരിച്ചിട്ട് വീട്ടിൽ കിടക്കയിൽ കിടന്നിട്ട് അതേ ഫോണിൽ സ്ക്രോൾ ചെയ്താ വരൂല. വരുമെന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടി പണിയെടുക്കാൻ കഴിയണം. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്യാണ്. 2 മണി വരെ മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ട് രാത്രി പോയി. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയില്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാവിലെയുള്ള സമയമുണ്ടല്ലോ, ആ സമയത്തിൽ വലിയ ബഹുമാനമാണ്, വലിയ ബറക്കത്താണ്. ആ സമയത്തിന് വലിയ ബഹുമതിയാണ്. ആ സമയത്ത് കിടന്നുറങ്ങാണ്. എന്താ കാരണം? തലേന്ന് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തോണ്ടിയിട്ട് 2 മണിയായി. അതുകൊണ്ട് തന്നെ സുബഹിന്റെ ശേഷം കിടക്കാതെ പറ്റിയില്ല. ഇങ്ങനെയാണോ ആ ദിവസങ്ങൾക്ക് ബറക്കത്ത് ഉണ്ടാകൂല? സുബഹി നിസ്കരിക്കാത്ത ദിവസാണോ? ചെറുപ്പക്കാരാ, സുബഹി നിസ്കരിക്കുന്ന ഈമാനുള്ള മുഅ്മിനാണോ? വഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഓ എന്റെ വേദ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഒരൊറ്റ ദിവസത്തെ സുബഹി ഖളായി കൂടാ. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സുബഹി ഖളാക്കിയിട്ട് തുടങ്ങിയ ദിവസാണോ, അന്നത്തെ ദിവസത്തിൽ ബറക്കത്ത് ഉണ്ടാകൂല. വലിയാരെ, അന്നത്തെ ദിവസമാണല്ലോ എന്റെ കച്ചവടം നടന്നത്. കച്ചവടം നടന്നത് ബറക്കത്താണ് എന്ന് വിചാരിക്കരുത്. കിട്ടിയ പൈസ കാണാനുണ്ടാകൂല, എവിടെയാ ചെലവായത് എന്ന് പറയാനുണ്ടാകൂല. കുറച്ചു കാലം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ, തിരിഞ്ഞു നോക്കിയപ്പോ അന്നത്തത് വിൽക്കണ്ടായിരുന്നു, ഇപ്പോഴാണെങ്കിൽ അത്ര കിട്ടുമായിരുന്നു എന്ന് തോന്നും. അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നതാകൂല ഖൈറ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞത്, അസാ അൻ തക്റഹു ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഖൈറാണ് ജനങ്ങളെ. അസാ അൻ തുഹിബ്ബു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളോ ഫഹുവ ശർറുൽ ലക്കും, നിങ്ങൾക്ക് ശർറാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ശർറാണ്, നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഖൈറാണ്. കാരണം ഖൈറും ശർറും അറിയുന്നവൻ ഞാനല്ലല്ലോ, നിങ്ങളല്ലല്ലോ. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, എല്ലാ ഖൈറും ശർറും സൃഷ്ടിച്ചു തരുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ച് അല്ലാഹു എന്നെ കൈയൊഴിക്കൂല എന്നുള്ള വിശ്വാസത്തോടെ അധ്വാനിക്കുന്ന മുഅ്മിനാണോ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന മുഅ്മിനാണോ, അവന്റെ ജീവിതത്തിൽ പരാജയമില്ല. 5 നേരം പള്ളിയിൽ വരുന്നുണ്ട് അയാള്. അയാൾക്കുള്ള വിഷമം നിങ്ങൾക്കറിയോ, ഞങ്ങൾക്കറിയാലോ. കൃത്യമായിട്ട് അയാൾ പള്ളിയിൽ വരും, 5 നേരവും പള്ളിയിൽ വരും. എന്നിട്ട് അയാൾ നിസ്കരിച്ചു പോകും. ആരെയൊക്കെ പറ്റിയെങ്കിലും ഇങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞ അർത്ഥമില്ലേ? അങ്ങനെ എന്തെങ്കിലും വേറൊരുത്തരെ പറ്റി ചീറ്റിന് ആവശ്യമില്ലാത്ത തെറ്റിദ്ധരിച്ച അള്ളാന്റെ അടുത്ത് കുടിക്കും. ഞാൻ ഉദാഹരണം പറയാണ്, 5 നേരം പള്ളിയിലുണ്ടാവും. അയാൾക്ക് എപ്പം വിഷമ, ഒരു കാലത്ത് അയാൾക്ക് സമാധാനമില്ല. 5 നേരം പള്ളിയിലുണ്ടായിട്ട് കാര്യമില്ല, മനസ്സ് പള്ളിയിൽ വേണം. 5 നേരം പള്ളിയിലാ വലിയരെ, അതുകൊണ്ട് കാര്യമില്ല, മനസ്സ് പള്ളിയിൽ വേണം. പള്ളിയിൽ വരുമ്പോ എന്താ ചിന്താഗതി? നാട്ടുകാരൊക്കെ 5 നേരം പള്ളിയിലുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് എന്തോ സഹായിക്കുന്നു, അല്ലെ നല്ല കൂറ് കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടല്ലോ അയാൾ ഭയങ്കര തസ്ബീഹ് ഇങ്ങനെ വർക്കും, ഭയങ്കര നിക്കാരക്കാരനും ഭയങ്കര അഭിനയിക്കലുമായിരിക്കും ആളുകളെ മുന്നിൽ. അള്ളാന്റെ മുന്നിൽ സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് ചിലപ്പോ നാട്ടിലില്ലെങ്കിൽ അവന്റെ സുബഹി ഖളാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ചിന്താഗതിക്കാരനാണോ ബറക്കത്ത് ഉണ്ടാകൂല. ജനങ്ങളെ മുമ്പിൽ എന്നാകാനാ നോക്കി, അള്ളാന്റെ മുമ്പിൽ എന്നാകാൻ നോക്കിയിട്ടില്ല. പള്ളിയിൽ വരും, കൃത്യമായിട്ട് വരും, 5 നേരം നിസ്കരിക്കും. പുറത്തിറങ്ങിയിട്ട് 4 ആളോട് ഞാൻ ജമാഅത്ത് ചേച്ചി വരുന്ന ഇത് പറഞ്ഞില്ലേ സമാധാനം ഉണ്ടാവൂല. ഈ ജമാഅത്ത് കൊണ്ട് എന്താ കാര്യം? നിങ്ങളെ നാട്ടിൽ നല്ല ആളുകൾ ഉണ്ടാകൂലേ? ഞാനൊരു ഉദാഹരണം പറയാം. പള്ളിയിൽ 5 നേരം പോകും, പുറത്തുനിന്ന് ഒരാളെ കണ്ടോ അയാളോട് പറയാണ്ടാവൂല ഞാൻ ജമാഅത്ത് ചേച്ചി വരുന്നതാണേ. ഇത് പറഞ്ഞാലേ അയാൾക്ക് സമാധാനമാവുള്ളൂ. അസറിന്റെ ജമാഅത്തിന് പോകുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. എന്തിനാ? ഞാൻ പള്ളിയിൽ മഴ പെയ്ത കാര്യം പറയാനല്ല, പിന്നെ പള്ളിയിൽ ജമാഅത്തിന് പോയി എന്ന് പറയാനാ. അസറിന്റെ ജമാഅത്തിന് പോയിട്ട് പള്ളിയിൽ ഞാനങ്ങ് കുടുങ്ങിപ്പോയി. ഇന്നത്തെ ദിവസം തീർത്തും പോയി. ഇന്നത്തെ ദിവസം മാത്രമല്ല, എന്റെ അസറും പോയി. ആർക്ക് വേണ്ടിയാണ് നീ നിസ്കരിച്ചത്? നീ പള്ളിയിൽ പോകുമ്പോ മഴ കൊണ്ടതും നിസ്കരിച്ചതും ഒക്കെ പോയി. എങ്ങനെ? ഒറ്റ വാക്ക് കൊണ്ടുപോയി. എങ്ങനെ പോയി? നല്ല മറുപടിയല്ലേ കൊടുത്തത്? വന്ന് വീട്ടിലെത്തി രാത്രി ഒരു കല്യാണത്തിന് പങ്കെടുത്തതാ. കല്യാണത്തിന് പോയപ്പോ അയാൾ ഒരു കാര്യമായിട്ട് ചെല്ലുമ്പോൾ തന്നെ പറയാണ്, അല്പം ലേറ്റ് ആയി പോയി. കാരണം അസറിന്റെ ജമാഅത്തിന് പള്ളിയിൽ പോയിട്ട് അവിടെ അങ്ങ് കുടുങ്ങി, ഒരുപാട് സമയം അങ്ങ് പോയി. പള്ളിയിൽ പോയതോ കുടുങ്ങിയൊന്നല്ല, അങ്ങനെ പറഞ്ഞൊരു സുഖാണ്. ഇബ്ലീസിന്റെ പരിപാടിയാണ്. ഇബ്ലീസിൽ നീ നിസ്കരിച്ചതും നീ എടുത്ത പണിയൊക്കെ ബാത്തിലാക്കണം. അതിനുവേണ്ടി എന്റെ നാവ് ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. നീ പള്ളിയിൽ പോയി നിസ്കരിച്ചു, മയത്ത് കുടുങ്ങി, നിസ്കാരവും പോയി, ഒക്കെ പോയി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിസ്കരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാകണം. നിസ്കരിച്ചുകൊണ്ട് മാത്രം പോരാ, നിസ്കരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാകണം. ചെയ്യുന്ന ഇബാദത്തുകൾ ഞാനല്ലേ ആ നാട്ടിൽ എന്ത് വിഷമം വന്നാലും സഹായിക്കാനുണ്ടാകല്. ഇപ്പൊ എനക്കൊരാവശ്യം നോക്കും ആരുമില്ല. അപ്പൊ സഹായിച്ചത് നാട്ടുകാരെ സഹായം കിട്ടാനല്ലേ, അള്ളാന്റെ സഹായം കിട്ടാനല്ല.
അല്ലേ? ഇങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവില്ല. ഞാനിങ്ങനെ ഓരോ ഉദാഹരണം പറയുന്നു. എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പറയാണ്, നാട്ടിൽ എന്ത് വിഷമം വന്നാൽ ഞാൻ മുന്നിൽ ഓടിയെത്തും. ഇപ്പൊ എനിക്കൊരു വിഷമം വന്ന് നോക്കും, വേണ്ടോ ആരെയും കിട്ടാനില്ല, ഒരു മനുഷ്യനുമില്ല. ചിലർ പറയും, ഓനെ സ്വന്തം കാര്യം സ്വന്തം നോക്കണേ, സ്വന്തം ബാപ്പ് പോലും ഉണ്ടാവൂല. ഇങ്ങനെ ഉപദേശിക്കും ചില ആളുകൾ. സത്യാണ്, സ്വന്തം കാര്യം സ്വന്തം തന്നെ നോക്കണം. ബാപ്പയും ഉമ്മയും കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ കൈയൊഴിക്കും. ഒരു സമയത്ത് അവരും പറയും, നിങ്ങൾ എന്ത് കണ്ടിട്ടായിരുന്നു ചെയ്തത് എന്ന് ചോദിക്കും. ഭാര്യമാരെന്തായാലും ചോദിക്കും, നല്ല റെസ്റ്റ് ചോദിക്കുമല്ലേ, അല്ലേ? വീട്ടിലിരുന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ നിങ്ങളെന്താ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്? വീട്ടിൽ നിന്ന് പോയിട്ട് എന്തോ പണിയെടുത്തിട്ട് കുടുങ്ങിയാലോ, നിങ്ങളല്ലാണ്ട് ഈ പണിക്ക് പോകാനോ എന്ന് ചോദിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് തിരിയില്ല. ഭാര്യമാർ എന്തായാലും ചോദിക്കാം. ഭാര്യമാരെ മോശമല്ല, അവരല്ലാഹു തആല അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നമുക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ഒരു മോശമാണ് പെണ്ണ് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അവർ മോശം, അങ്ങനെയൊന്നുമല്ല. പുരുഷന് എപ്പോഴും അങ്ങനത്തെ ഒരു മോട്ടിവേഷനാണ് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ ആക്കിയത്. അല്ലാതെ രണ്ടും പോസിറ്റീവായി ചിന്തിക്കുന്ന, പുരുഷനെ പോലെ തന്നെ ചിന്തിക്കുന്ന ഭാര്യയാണ് വീട്ടിലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പുരുഷനെ പോലെ തന്നെ ചിന്തിക്കുന്ന ഭാര്യ വീട്ടിൽ രണ്ടാൾ ഒത്തുപോവോ? പിന്നെ ഭാര്യയും ഭർത്താവും ആവൂല, പിന്നെ ഭർത്താവും ഉണ്ടാവും, പിന്നെ അടി തന്നെയായിരിക്കും, എപ്പോഴും അടിയായിരിക്കും. കാരണം രണ്ടാക്കും മേൽക്കോയ്മ വേണം. പുരുഷന്റെ മനസ്സിൽ എപ്പോഴും മേൽക്കോയ്മ ഉണ്ടാകണം എന്ന് അവൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ചില ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ കുറെ ആളുകൾ വരുന്നുണ്ടല്ലോ, ഫെമിനിസ്റ്റ് എന്ന് അവരെ കൊണ്ട് പറയാ എന്തോ ആകട്ടെ, ഈ സാധനം നിങ്ങൾ വിചാരിക്കേണ്ട ഭയങ്കര ബഹുമാനമുള്ള സാധനമാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ കൂടെ ഭർത്താക്കന്മാർക്ക് കൂടുതൽ കാലം ജീവിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? പുരുഷൻ എപ്പോഴും പൗരുഷത്തെ എപ്പോഴും ബഹുമാനിക്കുന്ന പെണ്ണാണ് കൂടുതൽ സന്തോഷത്തോടെ ജീവിപ്പിക്കാൻ കഴിയൂ. അനുഭവങ്ങൾ എടുത്തു നോക്കിക്കോളൂ നിങ്ങൾ. ഞാനിപ്പോ ഇത് ഖുർആൻ ഓതിയിട്ടോ ഹദീസ് ഓതിയിട്ടോ എന്നല്ല പറയുന്നത്. അനുഭവങ്ങൾ എടുത്തു നോക്കിയാൽ മതി. പുരുഷൻ എപ്പോഴും ആദരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ്. എന്നാ പെണ്ണാണെങ്കിലോ പരിഗണിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് അവരാണ്. ഇത് രണ്ടും ഉണ്ടാകണമെങ്കിൽ പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാകണം, പുരുഷന് പുരുഷന്റെ സ്വഭാവം ഉണ്ടാകണം. പുരുഷന്റെ സ്വഭാവമുള്ള പെണ്ണും പുരുഷന്റെ സ്വഭാവമുള്ള പുരുഷനും ആണെങ്കിൽ രണ്ടാൾ ഒരിക്കലും ഒത്തുപോകൂല. എന്നെ രണ്ടാളും എപ്പോഴും പ്രശ്നമായിരിക്കും. രണ്ടാൾക്കും കിട്ടേണ്ടത് എപ്പോഴും പരിഗണനയായിരിക്കും. അവിടെ പ്രശ്നം തീരലുണ്ടാകൂല. പെണ്ണിന്റെ സ്വഭാവമുള്ള പുരുഷനാണെങ്കിലും പ്രശ്നം തന്നെയാണ്. പെണ്ണിനെ പോലെ എപ്പോഴും വീട്ടിൽ തന്നെ കൂടാന്ന് വിചാരിക്കുന്ന പുരുഷനാണെങ്കിൽ അവൾക്ക് ഒരിക്കലും ഇവനെ ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പൊ സ്വാഭാവികമായി പെണ്ണും പുരുഷനും രണ്ട് സ്വഭാവമായിരിക്കണം. അപ്പോഴേ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ആ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നതിനിടയിൽ ചിലപ്പോൾ ചില തമാശകളൊക്കെ ഉണ്ടാകും, ചില രസങ്ങളൊക്കെ ഉണ്ടാകും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പരിപൂർണമായി ഉണ്ടാകുമ്പോഴാണ് കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. ഭാര്യന്റെ ലഫ്ദിൽ എന്തെങ്കിലും ഒരു പോരായ്മ കിട്ടിയാൽ എന്നിട്ട് വേണം രണ്ടാക്കും അടികൂടാൻ എന്ന് വിചാരിക്കുകയാണെങ്കിൽ മനുഷ്യന്മാരിൽ എന്തായാലും തെറ്റുണ്ടാവും. ഖുർആനൊന്നുമല്ലല്ലോ, അവര് സംസാരിക്കുന്ന ഖുർആനൊന്നുമല്ലല്ലോ. ഭാര്യന്റെ വാവിൽ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില അപാകതകൾ വരും, ചിലപ്പോൾ ചില അനാദരവുകൾ വരും, ചിലപ്പോൾ ചില സ്വഭാവ പിഴവ് വരും. ഭർത്താവിന്റെ വാവിലും ചിലപ്പം വരും. ഇത് ഉൾക്കൊള്ളുകയും പരസ്പരം മറക്കാനും പൊറുക്കാനും കഴിയുന്ന മനസ്സുണ്ടാകുമ്പോഴാണ് കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. ഇരിക്കട്ടെ, ഏറെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനുള്ള വിശ്വാസികളെ ഒരാളും ഏറ്റെടുക്കൂല. ഇനി ഏതായാലും പെട്ടില്ലേ, ഇനി എന്നോടി വാ, എന്നെ ഞാനങ്ങ് സഹായിച്ചുതരാം, എന്റെ കടം മുഴുവനും ഞാൻ ഏറ്റെടുത്തു എന്ന് പറയാൻ ഒരാളുണ്ടാവില്ല. പണിയെടുക്കുക, അധ്വാനിച്ചാൽ ഞാൻ വീട്ടിൽ തരാം അല്ലേ? പണിയെടുക്കുക, എന്റെ കൂടെ വന്നോ, മാക്സിമം പറയാൻ പറ്റുന്ന ഒരു വാക്കാണ്. എന്റെ കൂടെ വന്നോ, ജോലി ചെയ്യാൻ തരാം, അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കടലിലും വീട്ടാ എന്നല്ലാതെ എന്റെ കടം മുഴുവൻ ഞാൻ എഴുതി തള്ളിത്തരാന്ന് പറയാൻ ആരെയും കിട്ടൂല. എന്തിനാ ഞാൻ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ഒരിക്കലും വെറുതെ ഇരുന്ന പൈസ ഉണ്ടാകൂല. ഒരിക്കലും നമ്മൾ അധ്വാനിക്കാതെ പൈസ ഉണ്ടാകൂല. മറിച്ച് അല്ലാഹു തന്ന ആരോഗ്യത്തെ പോയി ചെലവഴിക്കണം. എവിടെ ചെലവഴിക്കണം? നമുക്ക് ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സുകളിലോ ചെയ്യാൻ കഴിയുന്ന ജോലികളിലോ സമയം ചെലവഴിച്ച് ചെറുപ്പകാലം മുതലേ സ്വന്തത്തിൽ അധ്വാനിച്ച് പണം ഉണ്ടാക്കണം എന്ന ചിന്താഗതി വേണം. അത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ പോലും ചില ഉമ്മാര് പറയും, നിങ്ങളെ കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനെയുള്ള ഉമ്മാര് ഉണ്ടാകൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലർ പറയും, ഓനിപ്പോ 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഓന് കോളേജിലൊന്നും പോകുന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും കുട്ടിക്കാലത്ത് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല, ഓനെങ്കിലും കുറച്ച് നാട്ടിൽ നിന്ന് ആസ്വദിക്കട്ടെ എന്ന് പറയും ചില ഉമ്മാര്. എന്നിട്ടോ ഒന്നും ചെയ്യാൻ പണിക്കൊന്നും പറഞ്ഞേക്കാൻ സമ്മതിക്കൂല. പൈസ ആവശ്യം ഇങ്ങനെ ചോദിക്കും. രാവിലെ വൈകുന്നേരം 1000 ഉറുപ്പ്യ തരുമോ? ചെറിയ കുട്ടികളായിട്ട് ചോദിക്കുന്ന മാതിരി ഇങ്ങനെ ചോദിക്കും ഉമ്മാനോട്. ആ ഉമ്മാന്റെ അടുത്ത് കിട്ടിയിട്ട് വേണം എനിക്ക് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ചെലവിന് ഇങ്ങനെ ജീവിതം കഴിഞ്ഞു പോകാൻ. അതിൽ ഓനിക്കൊരു രസം പിടിച്ചു പോയാൽ ആ കുട്ടികൾ പിന്നെ അധ്വാനശീലരാകൂല. എന്നോട് വെറുപ്പ് പിടിക്കരുത് കൂട്ടുകാരെ, ഞാനിത് പറയുന്നത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വിവാഹത്തിന് വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ? യാ മഅ്ശറ ശബാബ്, ഓ യുവാക്കളെ, മൻ ഇസ്തതഅ മിൻകുമുൽ ബഅത ഫല്യതസവ്വജ്. നിങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയോ? മഹർ കൊടുക്കാൻ കഴിയോ? നിങ്ങൾ വിവാഹം കഴിക്കണം. ബാപ്പാന്റെ അടുത്തുണ്ടോ വിവാഹം കഴിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല.
പറഞ്ഞോ? ബാപ്പാന്റെ അടുത്തുണ്ടോ നിങ്ങൾ കല്യാണം കഴിക്കും മക്കളെ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പിന്നെ സ്വന്തത്തിൽ അധ്വാനിക്കാനാണ് ഇസ്ലാം പറയുന്നത്. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. സ്വന്തത്തിൽ ജീവിക്കാൻ ആവശ്യമായത് സമ്പാദിച്ചുണ്ടാക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പൗരുഷം ശരിക്കും യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, അധ്വാനശീലരായി നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കണം എന്ന ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ വേണം. അല്ലാഹു നമുക്ക് ഖൈറിന്റെ വഴികളെല്ലാ ഇടങ്ങളിലും തുറന്നു തരട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നും മെനഞ്ഞാന്നൊക്കെയായി ഒരുപാട് ആളുകൾ കച്ചവടങ്ങളൊക്കെ പ്രയാസം അനുഭവിച്ച് ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഭൗതിക ലോകമാണോ ദുനിയാവാണോ ഏറ്റവും കയറ്റവും ഇറക്കവും ഉണ്ടാകും. എന്തിനാണ്? ഇല്ലെങ്കിൽ നമുക്ക് തോന്നും ഏറ്റവും സേഫ്റ്റിയുള്ള ലോകം ദുനിയാവാണ് എന്ന്. അതില്ലാതിരിക്കാൻ ചിലപ്പോൾ അല്ലാഹു തആല ചില പരീക്ഷണങ്ങളൊക്കെ ഭൂമി ലോകത്തിടക്കിടക്ക് തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പരിശോധിച്ചോളൂ, ഓരോ 10 കൊല്ലത്തിനിടയിലും എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചത് പറയാനുണ്ടാകും. എന്തിനാണ് അല്ലാഹു ഇത് വെക്കുന്നത്? നമ്മളെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ പോലും ഭൗതികതയിൽ ലയിച്ചിട്ട് അല്ലാഹനെ മറന്നു പോകുന്ന സ്വഭാവം ഇല്ലാതിരിക്കാനാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസികളോട് പറയുന്നു, അത്തരം ബലാഇന്റെ വിഷമത്തിന്റെ സമയങ്ങളിൽ പോലും അല്ലാഹുവിലേക്ക് കൈയുയർത്തി അല്ലാഹ് നീ ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന് ദുആ ചെയ്ത് നമ്മളെ ജീവിതത്തിൽ സ്വന്തത്തിൽ അധ്വാനിക്കണമെന്ന ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് അല്ലാഹു ജീവിതത്തിന്റെ വഴികളിൽ നല്ല സന്തോഷവും സമാധാനവും തരുന്നത്. എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടം ആളുകൾ, അവരുടെ പ്രത്യേകത എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അവരോട് അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ആ റബ്ബിനെ കുറിച്ച് ഓർമ്മിച്ച് പിടച്ചു പോകുമെന്ന് ഖുർആൻ. എത്ര ആളുണ്ടാകും അല്ലാഹ് എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഒരു കുളിര് കിട്ടുന്ന ആളുകൾ? അല്ലാഹ് എന്ന് ഓർമ്മിക്കുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തിന് സമാധാനം കിട്ടുന്നവർ മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിച്ചതിന്റെ പേരിൽ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീണ് ദിവസങ്ങളോളം പനി പിടിച്ച് വീട്ടിൽ കടന്നു പോയിട്ടുണ്ട് മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് അല്ലാഹുവിനെ പറ്റി എത്രത്തോളം ഓർമ്മയുണ്ട്, അല്ലാഹുവിനെ കുറിച്ച് എത്രത്തോളം ചിന്തയുണ്ട്, അല്ലാഹുവിനെ കുറിച്ച് എത്രത്തോളം നമ്മൾ ആ റബ്ബിനോടുള്ള സ്നേഹത്തെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ഞാൻ എന്നോടാ ചോദിക്കുന്നത്, നിങ്ങളോടാ ചോദിക്കുന്നത്. നമ്മളൊന്ന് സ്വയം വിചിന്തനം നടത്താനാണ് ഞാൻ പറയുന്നത്. അതേ സ്ഥാനത്ത് ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്ന നിലക്ക് ഇവിടെയുള്ള പല സുഖങ്ങളെ കുറിച്ച് നമുക്ക് ഭയങ്കരമായ കാഴ്ചപ്പാടുകളുണ്ട്. എന്തിലധികം പറയാനാ, ചെറിയ പിഞ്ചു പൈതലുകൾക്ക് പോലും കാഴ്ചപ്പാടുകളുടെ ലോകത്ത് അവർ ജീവിക്കുന്നത്. ഞാനൊരു ദിവസം ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, 100 റുപ്യ സമ്മാനം കിട്ടി ഉസ്താദേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും പഠിച്ചോനെ സമ്മാനം കിട്ടാൻ മാത്രം നടന്നത് ഇവിടെ. എങ്ങനെ സമ്മാനം കിട്ടിയത്? അപ്പൊ ഈ കുട്ടി പറയാണ്, മദ്രസയിലെ ഉസ്താദ് വന്നപ്പോ എന്നോട് പറഞ്ഞു, 100 കാറിന്റെ പേര് എണ്ണി തന്നാൽ 10 കാറിന്റെ പേരല്ലേ, 100 കൃത്യമായി ഓർമ്മയില്ല, കാറിന്റെ പേര് എണ്ണി തന്നാൽ 100 റുപ്യ സമ്മാനം തരൂ എന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായി എണ്ണിക്കൊടുത്തു. ഉസ്താദ് സമ്മാനം തന്നു ഉസ്താദേ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ പഠിച്ചോനെ നമ്മളെ മദ്രസയിലെ ഉസ്താദും എല്ലാം കൂടി ഇപ്പൊ കാറിന്റെ പേരായോ പഠിപ്പിക്കുന്നത്? ഒരു 10 മലക്കുകളെ പേര് പറഞ്ഞിട്ടാണ് സമ്മാനം കൊടുത്തെങ്കിൽ എത്ര ഭംഗി ഉണ്ടാവുമായിരുന്നു. ആ കുട്ടി ഒന്നുമില്ലെങ്കിൽ 10 മലക്കുകളെ പേര് പഠിക്കാൻ അത് പ്രചോദനമാകുമായിരുന്നു. അതേ സ്ഥാനത്ത് നമ്മളെ ലോകം പോയ പോക്കാ ഞാൻ പറയുന്നത്. നമ്മളെ പുതിയ തലമുറയുടെ ആഗ്രഹങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളെ ചെറിയ മക്കളെ വിളിച്ച് ചോദിച്ചു നോക്ക്, അവർക്ക് ഏറ്റവും കൂടുതൽ എന്ത് വിഷയം ചർച്ച ചെയ്യുമ്പോഴും അവർക്ക് പറയാനുള്ളത് വലിയാര് വന്ന കാറിന്റെ വലിപ്പാണ്, അയാളെ കയ്യിലുള്ള ഫോണിന്റെ വലിപ്പാണ്, അയാളുടെ കയ്യിലുണ്ടായിരുന്ന പല വസ്തുക്കളുടെയും വലിപ്പാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര വിദ്യാഭ്യാസമാണ്. അത് മുടക്കിക്കളയണം ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് അറിഞ്ഞിരിക്കേണ്ട പലതും അവരറിയാതെ പോകുന്നുണ്ട്. 10 മലക്കുകളെ പേര് ചോദിച്ചാൽ പറയാൻ കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പേര് ചോദിച്ചാൽ പറയാൻ കിട്ടുന്നില്ല. അതുപോലെ അവരുടെ ജീവിതത്തിൽ ഈമാൻ കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ല. ഇസ്ലാം കാര്യത്തെ കുറിച്ച് പൂർണ്ണമായ ബോധമില്ല. അത് എത്രത്തോളം മനുഷ്യനിൽ കയറിക്കൂടി എന്നാ ഞാൻ പറയുന്നത്. നമ്മളെ മദ്രസയിലെ ഉസ്താദ് പോലും കാറിന്റെ പേര് പഠിപ്പിക്കാൻ സമ്മാനം കൊടുക്കുന്ന കാലം വന്നുപോയി. അങ്ങനെ ആയാൽ നമ്മളെ മനസ്സ്, നമ്മളെ കുട്ടികളുടെ മനസ്സ് എത്രത്തോളം ധീരമായി അതേ അടുപ്പമുണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ലേ? അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നില്ല. എന്റെ കാരണം വയല് പറയുന്നവന്റെ മനസ്സിൽ തന്നെ അല്ലാഹ് എന്ന ചിന്തയില്ലാതെ ആയിപ്പോയി.
സ്ഥാനത്ത് നമ്മളെ മുൻഗാമികളായ മഹാന്മാർ അവർ വയല് പറയുമ്പോൾ വയല് കേൾക്കുന്ന ജനങ്ങൾ ഇങ്ങനെ കരയാണ്, അവരെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്നറിയോ? മറുപടി പറയുന്ന നാവ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണല്ലോ. കേൾക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ ഹൃദയം അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിച്ച് കരഞ്ഞുപോയി. അതേ സ്ഥാനത്ത് പറയുന്നവനും ഭൗതികതയെ കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ, പറയുന്നവനും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലെങ്കിലോ ആ വയലിന്റെ കാര്യം പിന്നെ എന്ത് പറയാനാ? എന്റെ വയൽ കേൾക്കുന്ന വിശ്വാസികളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം നിമിഷങ്ങൾ എനിക്ക് കടന്നുപോയി, ഏതെല്ലാം സെക്കൻഡുകൾ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ട് വർഷങ്ങൾ എത്രയോ കാലങ്ങൾ എത്രയോ കഴിഞ്ഞുപോയി. എന്തെല്ലാം രംഗങ്ങൾ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ഈ സെക്കൻഡിലും എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ എന്റെ റബ്ബ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ തന്ന റബ്ബാണല്ലോ. എന്റെ ക്ലാസ്സിൽ എന്റെ കൂടെ ബെഞ്ചിലിരുന്ന് പഠിച്ചിരുന്ന പലരും ഇന്ന് ഖബറിലാണല്ലോ. എന്റെ റബ്ബ് എന്നെ തിരിച്ചു വിളിച്ചിട്ടില്ലല്ലോ. എന്റെ കൂടെ പഠിച്ചിരുന്ന പലരും അതാ അന്നത്തെ കാലത്ത് എന്നെക്കാൾ ജോറായി പല വിഷയത്തിലും എന്നെക്കാൾ മുന്നിലിരുന്ന പലരും ഇന്നതാ രോഗബാധിതരായി കിടക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, വിഷമങ്ങൾ കഴിഞ്ഞുകൂട്ടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകളായിട്ട് പ്രാർത്ഥനകൾ കൊണ്ട് പറയുന്നവരുണ്ട്. എന്നാൽ എന്റെ റബ്ബ് എനിക്ക് തന്നതോ, എന്റെ റബ്ബ് എനിക്ക് ഞാൻ ചോദിച്ചതിന്റെ പേരിലല്ല, എന്റെ നിസ്കാരത്തിന്റെ ഗുണം കൊണ്ടല്ല, എന്റെ നോമ്പിന്റെ പവിത്രത കൊണ്ടല്ല, എന്റെ സകാത്തിന്റെ പവർ കൊണ്ടല്ല, ഞാൻ ചെയ്ത ഏതെങ്കിലും അമലുകളെ പവർ കൊണ്ടല്ല, ആ റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണല്ലോ. ഈ സെക്കൻഡിലും ഈ പാവപ്പെട്ട മുതഅല്ലിമിന് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ, പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് പ്രസംഗിക്കണമെന്ന് ചിന്തിക്കുമ്പോ ആവശ്യമുള്ളത് എന്റെ മനസ്സിൽ ഒന്ന് നാവിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് എന്നെ സംരക്ഷിക്കുന്ന റബ്ബാണല്ലോ. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് താഴോട്ടേക്ക് ഇറക്കിയിട്ട് ഇറങ്ങുന്നില്ലെങ്കിൽ, ഒരു നേരം ഞാൻ ശ്വാസം വലിച്ചിട്ട് എൻ്റെ മൂക്കിൽ നിന്ന് ശ്വാസം വലിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, വലിച്ച ശ്വാസമെങ്ങാനും എനിക്ക് പുറത്തേക്ക് വിടാൻ സാധിക്കുന്നില്ലെങ്കിൽ, വയറ്റിലെത്തിയ ഭക്ഷണമെങ്ങാനും അതേ ദഹിക്കാനുള്ള സംവിധാനം എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ ഇല്ലാതെ പോയാൽ റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നെക്കാൾ പ്രായം കുറഞ്ഞൊരു ചെറുപ്പക്കാരനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, വയറ്റിൽ ക്യാൻസറാ, നീ സലാമത്ത് നൽകണേ അല്ലാ. പ്രായം എന്റെ പകുതി പ്രായമില്ല, അവന്റെ വയറ്റിൽ ക്യാൻസർ ആണ് എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ തീരുമാനത്തെ തടയാൻ കഴിയുന്നവരുണ്ടോ ഇവിടെ? ഈ കഴിഞ്ഞ ദിവസം മറ്റൊരാളെ ഞാൻ കണ്ടു, അയാൾ പറയുന്നത് ആ ട്യൂമറാണ്. അല്ലാ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഈ സെക്കൻഡ് വരെ എന്റെ ശരീരത്തിലെല്ലാം തന്ന റബ്ബ്, എന്താ ആവശ്യമുള്ളത് ചെയ്തു തന്ന റബ്ബ്. എനിക്കറിയില്ലല്ലോ എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും തകരാറുകളുണ്ടോ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, എനിക്കറിയില്ല. അല്ലാ നീ അറിയുന്ന റബ്ബാണ്. എന്തുണ്ടെങ്കിലും നീ തന്നെ പരിഹരിക്കണേ അല്ലാ. നീ സലാമത്ത് നൽകണേ അല്ലാ. മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ഇഖ്ലാസിലും വറയിലും നിന്റെ പൊരുത്തത്തിലുമായുള്ള ജീവിതം നീ ഞങ്ങൾക്ക് ഓശാരം നൽകണേ അല്ലാ. വയല് കേൾക്കുന്ന വിശ്വാസികളെ, ആ റബ്ബ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഓരോ സെക്കൻഡിലും നിന്റെ ശരീരത്തിൽ ഓരോ മൈക്രോ സെക്കൻഡിലും പടച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ എനിക്കതിന്റെ പ്രയാസമറിയാതെ പോകുന്നത്, അതിന്റെ വിഷമമറിയാതെ പോകുന്നത്, അതിന്റെ ബുദ്ധിമുട്ടറിയാതെ പോകുന്നത്. ഒരു നേരം കഴിച്ച ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ തന്നെ എൻ്റെ മനസ്സിന്റെ സമാധാനം പോയല്ലോ, മനസ്സിന്റെ ശക്തി പോയല്ലോ. ഇതാണല്ലോ ഈമാനുള്ള മുഅ്മിനിന്റെ മനസ്സിലുണ്ടാകേണ്ടത്. അത് ചിന്തിക്കുന്ന ഒരു ഈമാനുള്ള മുഅ്മിനാണെങ്കിൽ അവന് റബ്ബിനെ ഇഷ്ടപ്പെടാതെ ജീവിക്കാൻ കഴിയൂല. ആ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെ കഴിയൂല. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. അവരുടെ ഹൃദയം അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ, അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയം പേടിച്ച് വിറച്ചുപോയി. വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു വസാദതുഹും ഈമാനാ. അവരുടെ മുന്നിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ ഓതപ്പെട്ടാൽ വസാദതുഹും ഈമാനാ,
അവരെ ഈമാൻ അധികരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതിനെന്ത് വേണം? ഖുർആനുമായുള്ള ബന്ധം വേണം, ഖുർആനുമായുള്ള കണക്ഷൻ വേണം, ഖുർആനുമായുള്ള കണക്ഷൻ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെടുന്ന മുഅ്മിനീങ്ങളാണോ അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് ഖുർആൻ അവർക്ക് നിർദ്ദേശിച്ചുകൊണ്ടേയിരിക്കും. അത് പല രൂപത്തിലും നിർദ്ദേശിക്കും. ചിലപ്പോൾ ഖുർആനിന്റെ സൂക്തങ്ങളിലൂടെ അവർക്ക് നിർദ്ദേശം നൽകും, ചിലപ്പോൾ അവർക്ക് മറ്റുള്ള ആളുകളിലൂടെ നിർദ്ദേശം നൽകും. കാരണം അല്ലാഹുവിന്റെ കലാമാണ്, ആ റബ്ബിന്റെ കലാമാകുന്ന ഖുർആൻ. വലിയ റമദാനിൽ ഒരു ഖത്തം തീർത്ത് ഞാൻ ചിലപ്പോൾ ചില ആൾ പറയും റമദാനിൽ ഒരു ഖത്തം തീർത്തു, പിന്നെ അടുത്ത റമദാനാകാൻ കാത്തിക്കുക. അടുത്ത റമദാനാകണം ഇനി ഒരു ഖത്തോദാണെങ്കിൽ, അടുത്ത റമദാനാകണം ഇനി ഖുർആൻ കാണണമെങ്കിൽ. ഈ ചിന്താഗതിയുള്ളവരായി നമ്മൾ അതപ്പതിച്ചു പോകരുത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ അല്ലാഹുവിന്റെ കലാമുമായി ബന്ധപ്പെടുന്ന ജീവിതം വേണം. അപ്പൊ ചിലർ ചോദിക്കും, മൗലിയാരെ ഒരുപാട് ആളുകളുണ്ടല്ലോ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത, അവരൊക്കെ കയ്യിലെല്ലാം അല്ലാഹു കൊടുത്തിട്ടില്ലേ? അവരെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല. അവർക്ക് ദുനിയാവ് ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകൂല. അവരെ പോലെയല്ല നമ്മള്. വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് വേറെ തന്നെ ട്രീറ്റ്മെന്റാ. ഈമാനും വിശ്വാസവുമുള്ള ആളുകൾ അവർക്ക് വേറെ തന്നെയാണ് അവരുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ. ഒരിക്കലും അമുസ്ലിമിനെ പോലെ നിങ്ങൾ വിശ്വാസികളെ കണക്ക് കൂട്ടരുത്. ഒരു വിശ്വാസി അവൻ നിസ്കരിക്കാത്തവനായാൽ അവനൊരിക്കലും അമുസ്ലിമിനെ പോലെയല്ല, അവനെക്കാളും മോശക്കാരനാണ്. കാരണം അവൻ നിസ്കാരത്തെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ആ നിസ്കാരത്തെ വേണ്ടതുപോലെ പരിഗണിക്കാനുള്ള ഭാഗ്യം കിട്ടാതെ പോയവനാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്രത്തോളം അങ്ങനെ അറിഞ്ഞിട്ട് ഇസ്ലാമിൽ വിശ്വസിച്ചിട്ട് നിസ്കാരത്തെ ഒരാൾ നിഷേധിച്ച അവൻ കാഫിറാണ്, അവൻ കാഫിറാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത്ര ഗൗരവമുള്ള സംഗതിയാണ് നിസ്കാരം എന്ന് പറയുന്നത്. അത് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, പെങ്ങന്മാരോട്, ചെറുപ്പക്കാരോട് പറയുന്നു, എന്ത് നഷ്ടപ്പെട്ടു പോയാലും ഒരു നേരത്തെ നിസ്കാരം ഖളായി പോകരുത്. എന്ത് നഷ്ടപ്പെട്ടു പോയാലും ഒരു നേരത്തെ നിസ്കാരം ഖളായി പോകരുത്. ആ നിസ്കാരം എന്ന് പറയുന്നത് വലിയ പവറാണ്. അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന നൂറ്, അത് വളരെ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത നൂറാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അവിടെ ഞാൻ എന്റെ വിശ്വാസികളോട് പറയുന്നു, ഒരു നേരത്തെ നിസ്കാരം പോലും നമ്മുടെ ജീവിതത്തിൽ ഖളായി പോകരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാകണം. നിസ്കാരം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. മറ്റേതെങ്കിലും ഇബാദത്ത് പോലെയല്ല നിസ്കാരം എന്ന് പറയുന്നത്. മറിച്ച് എത്രത്തോളം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നിട്ട് നിസ്കരിക്കണം. ഇരുന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലേ, കിടന്നിട്ട് നിസ്കരിക്കണം. കിടന്ന സ്ഥലത്ത് പോയി നിസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല, ശരീരം അനക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നാൽ പോലും അവന്റെ ശരീരം കൊണ്ട്, അവൻ ആംഗ്യം കൊണ്ടെങ്കിലും നിസ്കരിക്കണം. അവന്റെ നാവ് കൊണ്ട് ഓതിയിട്ട് നിസ്കരിക്കണം. നാവ് കൊണ്ട് ഓതാൻ കഴിയുന്നില്ലേ, മനസ്സുകൊണ്ട് ഓതണം. എന്നല്ലാതെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മാർഗം, നിസ്കാരം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു വഴി, അങ്ങനെ ഒരു വഴിയേ ഇല്ല. കാരണം അത്ര ഗൗരവമുള്ള ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. അവിടെ ഞാൻ എന്റെ വിശ്വാസികളോട് പറയുന്നു, ഒരൊറ്റ നേരത്തെ നിസ്കാരം നഷ്ടപ്പെടാതെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹ് ആ നിലക്ക് ജീവിച്ച് മരിക്കുന്ന നല്ല മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അത്തരം ആളുകളുടെ ഒന്നാമത്തെ പ്രത്യേകത അല്ലദീന യുഖീമൂനസ്സലാഹ്, അവർ കൃത്യമായി നിസ്കാരത്തിന്റെ സമയാസമയം നിസ്കരിക്കുന്നവരാണ്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവർ നിസ്കരിക്കാൻ മാത്രം അറിയുന്നവരാണോ? അല്ല, അവർക്ക് അല്ലാഹു നൽകിയ റിസ്കിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രത്യേകതയാണ് അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. അല്ലദീന യുഖീമൂനസ്സലാഹ്, അവർ കൃത്യമായി നിസ്കാരത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നവരാണ്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, രണ്ടാമത്തത് അവർക്ക് അല്ലാഹു നൽകിയ റിസ്കിൽ നിന്ന് ചെലവഴിക്കാൻ മടിയില്ലാത്തവരാണ്. മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവുക. അതുകൊണ്ടാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നൽ മുഅ്മിന, തീർച്ചയായും ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ യശുദ്ദു ബഅ്ളുഹും ബഅ്ളാ, ഒരാൾ
മറ്റൊരാളെ ശബ്ദപ്പെടുത്തുന്ന രൂപത്തില് തീർച്ചയായും ഒരു ബിൽഡിംഗ് പോലെയാണ്. ഒരു ബിൽഡിംഗ് കെട്ടിയുണ്ടാക്കുമ്പോണ്ടായ ഇഷ്ടികകൾ മറ്റുള്ള ഇഷ്ടികളിലേക്ക് ചേർത്തിയിട്ടത് കഥാ മറ്റൊന്നിന് കെട്ടുറപ്പാണ്. ഇതുപോലൊരു ഈമാനുള്ള മുഅ്മിനായ മനുഷ്യനാണോ അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് കെട്ടുറപ്പ് നൽകുന്നതാണ്. ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി കൽ ബുന്യാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. എന്നിട്ട് വശബ്ബക അസാബിഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട വിരലുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഓരോരുത്തരും മറ്റുള്ളവർക്ക് സഹായമാണ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ അവരെ സാമ്പത്തികമായി സഹായിക്കണം. വിദ്യാഭ്യാസത്തിൽ പിറകിൽ പോയവരുണ്ടോ അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസം അവരെ മുന്നിട്ട് കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ എല്ലാവരും IAS ഉദ്യോഗസ്ഥരാകണം എന്നില്ല, എല്ലാവരും MBBS കാരനാകണം എന്നില്ല, എല്ലാവരും MD ആകണം എന്നില്ല, എല്ലാവരും ആലിമാകണം എന്നില്ല. ഏറ്റവും ബഹുമാനമുള്ളത് അല്ലാഹുവിന്റെ ദീൻ അറിയലാണല്ലോ. എല്ലാവരും അതാകണം എന്നില്ല. എന്നാലോ ഉള്ള ഇടങ്ങളിൽ ഏതിലാണോ അവർക്ക് കഴിവുള്ളത് ആ കഴിവുള്ള ഇടങ്ങളിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നവരെ പരസ്പരം സഹായിക്കുന്ന മനസ്സുണ്ടാകൽ ഈമാനുള്ള മുഅ്മിനിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ. പക്ഷേ അതൊന്നും മറ്റുള്ളവന്റെ എന്തെങ്കിലും ഭൗതികമായ തിരിച്ചുവരവ് കിട്ടാനാകരുത്. പിൽക്കാലത്ത് ഞാനല്ലേ ഓനെ സഹായിച്ചത് എന്ന് പറയാനാകരുത്. അത് ഫിർഔനിന്റെ സ്വഭാവമാണ്. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലാ നബിയിനാ അലൈഹിസ്സലാം, ആ മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു വളർന്നു. വലിയ ഉന്നത സ്ഥാനത്തെത്തിയപ്പോ ഫിർഔൻ പറഞ്ഞുപോയി, അല്ലെങ്കിൽ ഫിർഔൻ പറഞ്ഞു. എന്താ പറഞ്ഞത് എന്നറിയോ? ഞാൻ വളർത്തിയ ആളാണ്, അയാൾ അത്ര വലിയ ചോറാനായിട്ടില്ല. ആ ഒരു ചിന്താഗതി ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകരുത്. തിരിച്ച് ഇവിടെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഒരു പണിയും എടുക്കരുത്, കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു പണിയും എടുക്കെടുത്താൽ നഷ്ടമായിരിക്കും. കാരണം ഇവിടെ കിട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ വലിയ പവറാണ് ആഖിറത്തിൽ കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ആഖിറത്തിൽ തിരിച്ചു കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്യണം. അത് സ്വന്തം മക്കൾക്കാണെങ്കിൽ പോലും, സ്വന്തം മക്കൾക്ക് ചെലവിന് കൊടുക്കുമ്പോ പോലും പ്രായമായാൽ എന്നെ നോക്കണേ ഓനല്ലാതെ പിന്നെ ആരാ ഉണ്ടാകുക എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത്. ഓ നോക്കേണ്ട അവസ്ഥ ഉണ്ടാകണ്ടില്ലല്ലോ. അല്ലാഹു തആല മരിക്കുന്നവരെ നമുക്ക് അഫിയത്ത് തന്നാ പോരെ. പറഞ്ഞു മനസ്സിലായോ? ചില ആളുകളുണ്ട്, എന്റെ മക്കൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തിന്? എനിക്ക് വയസ്സായ എന്നെ നോക്കാന്. ഞാനിപ്പോ എങ്ങനെയാണോ അവരെ നോക്കുന്നത് അതുപോലെ അവരെന്നെ നോക്കുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ വളർത്തിയത്. പക്ഷേ എന്റെ മക്കളെ ഞാൻ വിചാരിച്ച പോലെ ആയില്ലോ ഉസ്താദേ. അങ്ങനെ പറയുന്ന അവസ്ഥ തന്നെ ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങളെ മക്കളെ വളർത്തേണ്ട നിങ്ങളെ നോക്കാനാകരുത്. നിങ്ങളെ മക്കളെ വളർത്തേണ്ടത് നിങ്ങൾക്ക് ആഖിറത്തിൽ കൂലി കിട്ടാനും നല്ല ഉപകാരമുള്ള മക്കൾ. ഉപകാരം എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാകാനാണ്. അതാ ഏറ്റവും വലിയ ഉപകാരം. ഇത് വിചാരിച്ചിട്ട് ആ മക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ടത്. അല്ലാതെ പ്രായമായാൽ എനിക്ക് എഴുന്നേൽക്കാനൊന്നും ബാത്റൂമിൽ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്റെ മക്കൾ വന്ന് കൈപിടിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ മക്കൾക്ക് എല്ലാം ചെയ്തു കൊടുത്തത്. പക്ഷേ ഇപ്പൊ ഒന്നും ചെയ്തു കിട്ടുന്നില്ല മൊയ്ലിയാരെ എന്ന് പറയുന്ന ഗതികേട് ഉണ്ടാകരുത്. അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളെ മനസ്സിൽ തന്നെ ആദ്യം ഒരു ഉറച്ച തീരുമാനം വേണം. നമ്മളെ സഹായിക്കേണ്ടവൻ അല്ലാഹു വേണം. നമ്മളെ മക്കൾ കൈപിടിച്ചിട്ട് വേണം ബാത്റൂം പോകാൻ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാതിരുന്നാൽ പോരെ. 91, 92, 100 വയസ്സായിട്ടും ഒറ്റക്ക് എഴുന്നേറ്റ് നടക്കുന്ന എത്ര ആളുകളുണ്ട്. അതുവരെ എഴുന്നേറ്റും ജീവിക്കുന്ന കാലം മുഴുവനും ആഫിയത്തോടെ ജീവിക്കാൻ അല്ലാഹു എനിക്ക് അവസരം തന്നാ പോരെ. അത് അല്ലാഹു തരുമെന്ന് വിശ്വസിച്ചിട്ട് മക്കൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാഹു ആഖിറത്തിൽ ഗുണം ചെയ്യാനായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ മക്കള് വലുതായാൽ അഥവാ കൈപിടിച്ചിട്ട് ആ ബാത്റൂമിൽ കൊണ്ടുപോകണ്ടെങ്കിൽ സ്വന്തം മക്കളെ പോലെ പിന്നെ ആരാ ഉണ്ടാകുക? ഇത് വിചാരിച്ചിട്ടാകരുത്. ഇത് കേട്ടിട്ട് മക്കള് ഒരിക്കലും നമ്മളെ വാപ്പാന്റെ കൈ പിടിക്കരുത്, വാപ്പാക്ക് അങ്ങനെയുള്ള ഹെൽപ്പ് ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അതിനേക്കാൾ വലിയ ബഹുമാനം വേറെ ഇല്ല എന്നുള്ളത് വേറെ പറയേണ്ടില്ലല്ലോ. അതേ സ്ഥാനത്ത് വാപ്പ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന എന്തുപകാരമാണെങ്കിലും ആ ചെയ്തു കൊടുക്കുന്നതൊന്നും ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾ നേട്ടാനാണ് എന്ന് വിചാരിക്കരുത്. മറിച്ച് അവർ ചെയ്യേണ്ടത് ആഖിറത്തിൽ നമുക്ക് ഉപകരിക്കുന്ന മക്കളാകാൻ, ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാകാൻ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ മാത്തൽ മുസ്ലിമു ഇൻഖത അമലുഹു മിൻ സലാസ്. 3 കാര്യങ്ങളല്ലാത്ത മുഴുവൻ കാര്യങ്ങളും മനുഷ്യൻ മരിച്ചാൽ മുറിഞ്ഞു പോകുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് പറഞ്ഞത് എന്നറിയോ? വലദുൻ സാലിഹൻ യദ്ഉ ലഹു. മരിച്ചാൽ ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ.
മരിച്ചാലും ബാപ്പക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന മക്കൾ ജീവിതകാലത്തും മരണത്തിന്റെ ശേഷവും, ഒരു ജീവിതകാലത്ത് മാത്രമല്ല മരണത്തിന്റെ ശേഷവും, മരണത്തിന്റെ ശേഷം എന്താ കാര്യം മൂല്യരെ, മരണത്തിന്റെ ശേഷവും ദ്വാരക്കുന്ന മക്കള് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ അത് മരിച്ചാലും ഉപകരിക്കുന്ന സമ്പത്താണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്റൂമിൽ പോകുമ്പോ കൈപിടിച്ചു തരല് മാത്രമല്ല വലിയ ബഹുമാനെന്ന് വിചാരിക്കുന്നത്, വലിയ തെറ്റാണത്. പ്രായമായാൽ കൈപിടിച്ചു തരുന്ന മക്കൾ ഉണ്ടാകുക അതാണ് ഏറ്റവും വലിയ ബഹുമാനം എന്ന് വിചാരിക്കരുത്. മക്കളത് വിചാരിക്കണം, എന്റെ വാപ്പാക്ക് ബാത്റൂമിൽ പോകാൻ കൈപിടിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകണമെന്ന് മക്കൾ വിചാരിക്കണം. അത് മക്കളുടെ നന്മയാണ്, അത് മക്കൾക്ക് ഉണ്ടാകേണ്ട ബഹുമാനമാണ്. അതേ സ്ഥാനത്ത് ഒരു ബാപ്പ ഒരിക്കലും ആഗ്രഹിക്കേണ്ടത് പ്രായമായിട്ട് എങ്ങനെങ്കിലും ബാത്റൂമിൽ പോകുന്ന സമയത്ത് എന്റെ മക്കൾ കൈപിടിച്ചിട്ട് ബാത്റൂമിൽ പോകാന്നല്ല. മരണം വരെ എനിക്ക് ബാത്റൂമിൽ പോകണമെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്വന്തത്തിൽ അല്ലാഹു എനിക്ക് കൈ വന്നാൽ പോരെ. എന്റെ ആരോഗ്യം അല്ലല്ലേ തരേണ്ടത്, ഡോക്ടർമാരല്ലല്ലോ, എന്റെ മക്കളല്ലല്ലോ, നാട്ടുകാരല്ലല്ലോ എന്റെ ആരോഗ്യം തരേണ്ടത്. എനിക്ക് തരേണ്ട ആരോഗ്യം തരേണ്ടവൻ ആരാ? അല്ലാഹുവാണ്. ആ റബ്ബ് എനിക്ക് ആരോഗ്യം തന്നാ പോരെ, ആ റബ്ബ് എനിക്ക് ആരോഗ്യം തരുമെന്ന് വിശ്വസിക്കണം. എന്നിട്ട് നമ്മൾ ആ മക്കൾക്ക് വേണ്ടി എല്ലാ നന്മയും ചെയ്തു കൊടുക്കണം, അവരുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. അതിനെന്താ വേണ്ടത്? ഏറ്റവും ആദ്യം ഏറ്റവും മുന്തിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക മക്കൾക്ക്. നല്ല റെഡിയായി, അങ്ങനല്ല, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കല. ആ മക്കളോടുള്ള സ്നേഹം ഏതെങ്കിലും ഉമ്മാര് വാപ്പാര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കലല്ല, അവർക്ക് ആവശ്യമുള്ളത് അത്യാവശ്യമുള്ളത് അവർക്ക് ചെയ്തു കൊടുക്കലാണ്. അതിനാ വലിയ അവരുടെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, അവരുടെ ജീവിതത്തിൽ ആവശ്യമായ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആവശ്യമായ ബന്ധപ്പെടാൻ ആവശ്യമായ സംവിധാനങ്ങൾ വേണം. സംവിധാനം വാങ്ങിച്ചു കൊടുക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, ആ സംവിധാനങ്ങളെ പാരന്റിങ് നമ്മളെ മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ കഴിയണം. അത് നമ്മളെ വാപ്പാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ചില വാപ്പാര് വിചാരിച്ചത് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ മൊബൈൽ ഫോൺ എന്തോ തോന്നിവാസം കണ്ടാൽ ഞാൻ എന്ത് ചെയ്യാനാ, ഓനോ എന്റെ പഠിച്ചോനും ആക്കട്ടെ എന്ന് വിചാരിക്കരുത്. മറിച്ച് അത് പാരന്റ് ചെയ്യാൻ കഴിയുന്ന വാപ്പയെ ആ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാവൂ. അത് കൺട്രോൾ ചെയ്യാൻ കഴിയെങ്കിലേ വാപ്പ വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കാവൂ, ഇല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കരുത്. കുട്ടികളെ വേണ്ടതുപോലെ പരിചരിക്കാനും വലിയ അത്തരം സോഫ്റ്റ്വെയറും സംവിധാനവും ഒന്നും എനിക്ക് അറിയില്ലെങ്കിൽ അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. മക്കളെ അത്തരം നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇടങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുക്കരുത്, എല്ലാ തോന്നിവാസങ്ങളും കാണാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കരുത്. എന്നിട്ട് എന്റെ മോൻ നന്നാകട്ടെ എന്ന് വിചാരിക്കുന്ന വഴിയായാൽ മക്കള് പേച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകൂല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഭൗതികമായ എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടി ചെയ്തു കൊടുക്കരുത്, മറിച്ച് മരിച്ചാൽ ഉപകരിക്കുന്നതായിട്ട് നിലനിൽക്കാനാകണം. നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ആഖിറത്തിൽ കിട്ടാനാകണം. ഭൗതികമായി അവരുടെ പ്രാർത്ഥന കിട്ടാനാകണം. ഭൗതികമായി അവരുടെ പ്രാർത്ഥന വലിയ സപ്പോർട്ടാണ്. ചിലർ വിചാരിച്ചത് ബാപ്പാന്റെ പ്രാർത്ഥന മക്കൾക്ക് ഭയങ്കര ഇജാബത്ത് ഉണ്ടാകുന്ന സത്യമാണ്, തർക്കമില്ല. മക്കളെ പ്രാർത്ഥന ഉപ്പാക്ക് ഉണ്ടാകലും വലിയ ആവശ്യമാണ്. ചിലർ വിചാരിച്ചത് മക്കളെ പ്രാർത്ഥനയൊന്നും ബാപ്പാക്ക് ആവശ്യമില്ല എന്നാണ്. തെറ്റാണ്. ആ സ്വന്തം മകന്റെ പ്രാർത്ഥന, മകന്റെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന, അതിന് വലിയ ഇജാബത്തുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മരിച്ചുപോയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മരിച്ചാലും നിലനിൽക്കുന്ന സമ്പത്താണ് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈമാനുള്ള വിശ്വാസികളെ, ഈ നിലക്ക് നമ്മുടെ മക്കളെ ആഖിറത്തിന്റെ മക്കളാക്കി നമ്മൾ വളർത്തിയെടുക്കണം. ഭൗതികമായ ചിന്താഗതികളിൽ ലയിച്ചു പോകുന്ന മക്കളായാൽ, ഭൗതികമായ ചിന്താഗതികളിൽ ലയിച്ച് ആഖിറം മറക്കുന്ന മക്കളായാൽ എന്ന് കരുതിയിട്ട് മക്കൾക്ക് ഭൗതികമായ ഒരു സംഗതിയും ചെയ്തു കൊടുക്കരുത് എന്നാണോ? അല്ല. ഭൗതികമായ എന്ത് സംഗതികൾ കയ്യിലുണ്ടായാലും അല്ലാഹുവിനെ മറക്കുന്ന പ്രവണതയിലേക്ക് പോകാത്ത മക്കളായി നമ്മളെ മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നമ്മൾ വിജയിച്ചവരാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാരന്റിങ് അറിയുന്ന ബാപ്പയാകണം. അതെങ്ങനെയാണ് എന്റെ വിഷയതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏത് കാര്യങ്ങളും നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയണം, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയണം, നമുക്ക് നോക്കാൻ കഴിയണം. അങ്ങനെ നമ്മളെ മക്കളെ വളർത്തിയെടുത്താൽ മരിച്ചാലും ഉപകരിക്കുന്ന സമ്പത്താണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഞങ്ങളെ മക്കളെ നീ അത്തരം നല്ല ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും എന്നും സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ടോ ഞങ്ങളെ
ജ്യേഷ്ഠാനുജന്മാരെ കൊണ്ടോ പെങ്ങന്മാരെ കൊണ്ടോ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരു വിഷമം നൽകരുത് അല്ലാഹ്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ടാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിത ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ഏത് സമയത്തും അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ച് ജീവിച്ചപ്പോ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന് റബ്ബ് കൊടുത്ത ദറജ ചെറുതല്ലല്ലോ. ആ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വന്തം അതേ വീട്ടിൽ ജീവിക്കുന്ന കാലയളവിൽ അതേ യൂസുഫ് നബി അലൈഹിസ്സലാം എന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല, എന്തെങ്കിലും അക്രമം ചെയ്തതിന്റെ പേരിലല്ല, എന്തെങ്കിലും കുറ്റപ്പെടുത്തിയതിന്റെ പേരിലല്ല, എന്തെങ്കിലും വേർതിരിവുണ്ടാക്കിയതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അതേ കുത്തിത്തിരിപ്പുണ്ടാക്കിയതിന്റെ പേരിലല്ല, മറിച്ച് ആ യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടതേ സ്വന്തം വീട്ടിൽ ബാപ്പന്റെ കൂടെ മക്കതേ സഹോദരങ്ങളെ കൂടെ ജീവിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം ബാപ്പനോട് പറയാണ്, വാപ്പാ ഇന്നി റഅയ്തു 11 കൗകബാ റഅയ്തുഹും ലീ സാജിദീൻ. ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എല്ലാ ഏകദേശം അതാ പരിശുദ്ധ ഖുർആൻ പറയാണ് 11 കൗകബൻ 11 നക്ഷത്രങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. ഒക്കെ എനിക്ക് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അപ്പാ എന്ന് പറഞ്ഞപ്പോ ബാപ്പ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മോനെ, സ്വപ്നം എല്ലാവരോടും നീ പറയാൻ പോകരുത്, നിനക്ക് ദോഷം ചെയ്യുന്നറിയാം. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിന് ആദ്യം കൊടുത്ത ഉപദേശം സ്വപ്നം പോയി പറയരുത് എന്നാ. ചില ആളുകൾ ചോദിക്കൂ, കണ്ണ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് ചോദിക്കും, കണ്ണുണ്ടോ എന്ന് ചോദിക്കൂ. അതിനെന്താ കാര്യമായിട്ട് പറയാ? എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല, കണ്ണുകൊണ്ടാണ് ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണ് എന്ന് പറയുന്നത് കണ്ണേറെ സത്യമാണ്, കണ്ണേറെ സത്യമാണ്. ഇപ്പൊ ചില ആളുകൾക്ക് ഇല്ലാത്തതും എടുത്ത് കാണിക്കാനായി ഇഷ്ടം. നമ്മളെ ഈ കാസർഗോഡ് ഭാഗത്തൊന്നും ഇല്ലാന്ന് ഞാനങ്ങ് വിചാരിക്കലെങ്കിൽ നല്ലല്ലേ വിചാരിക്കണ്ട, അവിടെ ഞാൻ പറയട്ടെ, അങ്ങനെ ഇല്ലാന്ന് ഞാനങ്ങ് വിചാരിക്കാം അല്ലേ? ഇല്ലാത്തത് കാണിക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം, യഥാർത്ഥത്തിലുള്ള ജീവിതം വീഡിയോ എടുത്തിട്ട് ആ നാട്ടുകാർക്ക് പിന്നെ അവിടെ ജീവിക്കാൻ പറ്റൂല. പക്ഷേ ഇല്ലാത്ത എന്തൊക്കെയോ ജീവിതം അഭിനയിച്ച് കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരണം നടത്തുക. പിന്നെയോ സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാക്കിയിട്ട് സന്തോഷിക്കുക. പഴയ കാലത്തൊക്കെ പെരുന്നാൾ വരുമ്പോൾ സന്തോഷം ഉണ്ടാവും, നബിദിനം വരുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഇപ്പൊ പിന്നെ എന്തെല്ലോ പുതിയ പുതിയ സന്തോഷങ്ങളാ. നബിദിനത്തിനുള്ള സന്തോഷിക്കൽ പടക്കം പൊടിച്ചിട്ട് ആകാശം തീർന്നു കലക്കിയിട്ട്, പിന്നെ കേക്ക് മുറിച്ചിട്ട് സന്തോഷിക്കുക. എന്തിന്റെ പേരിൽ? എത്രയോ കൊല്ലം മുമ്പ് കല്യാണം കഴിഞ്ഞു, ആ കല്യാണത്തിന്റെ വർഷവും വെച്ചിട്ട് രണ്ടാളും കേക്ക് മുറിച്ച് സന്തോഷിക്കുക. കേക്ക് മുറിക്കണ്ടാവും ഞാൻ പറഞ്ഞില്ല, കേക്ക് ഇന്നലെ ഹറാമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഇയാൾ എന്ത് മൊലിയാരാ പഠിച്ചോ, ഇയാളെ വിളിച്ചു കുടിക്കണം, കേക്ക് തിന്നാൻ പറ്റൂല എന്നാ പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, കേക്ക് തിന്നാൻ പറ്റൂല എന്നൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ആരോ പറഞ്ഞോ കേക്ക് തിന്നാം, കേക്ക് എപ്പോഴും തിന്നാം, അത് ജനിക്കണം എന്നില്ല, ജനിച്ചതിന്റെ പേരിൽ തന്നെ തിന്നണം എന്തിനാ വാശി? അതുപോലെ കല്യാണത്തിന്റെ ദിവസത്തിന്റെ പേരിൽ അന്യപുരുഷനും അന്യപെണ്ണും കലർന്നിട്ട് എന്തിനാണ് ഒരു വാശി? ഇതാ പറ്റൂല എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ച ദിവസം നിങ്ങൾ രണ്ടാളും കൈയിന്റെ മേലെ മോതിരിട്ടിട്ടോ വള ഇട്ടിട്ടോ നിങ്ങൾ എങ്ങനെങ്കിലും സന്തോഷിച്ചോളി. ഇനി വാച്ച് മുറിച്ചിട്ടോ വാച്ച് കെട്ടിയിട്ടോ വള കെട്ടിയിട്ടോ എങ്ങനെ സന്തോഷിച്ചാലും കുഴപ്പമില്ല. നീ എന്റെ ഭാര്യ തമ്മിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അതിനെന്തിനാണ് അന്യപുരുഷനും അന്യ സ്ത്രീയും ഒരുമിച്ചിട്ട് ഈ കല്യാണത്തിന്റെ ദിവസത്തിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി അന്യപുരുഷനും അന്യപെണ്ണും തൊടുന്ന സ്വഭാവം അതനുവദിക്കാൻ നിർവാഹമില്ല. അതുപോലെ കുട്ടി ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ കുട്ടി ഉണ്ടായതിന്റെ പേര് സന്തോഷിച്ച് കേക്കോ അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും സാധനം മുറിച്ചോളി. ഹക്കീക്കത്ത് തന്നെ ഇറക്കാൻ പറഞ്ഞാൽ അതിനൊന്നും ആർക്കും വലിയ മൂടില്ല, ഹക്കീക്കത്ത് ഇറക്കാനൊന്നും വലിയ മൂടില്ല. പിന്നെ കേക്ക് വറക്കാൻ ഭയങ്കര മൂടാണ്. അപ്പോഴേക്ക് ചില ആളുകൾക്ക് ഭയങ്കര ന്യായോ, കേക്ക് മുറിക്കുമ്പോൾ ഒരു മോല് തോതിയാ പോരെ മൊല്ലിയാരേതാ. ഹക്കീക്കത്ത് ഇറക്കുമ്പോ അത് ഞാനൊന്നും കഴിയൂല. കേക്ക് മുറിക്കാൻ പുതിയതാവുമ്പോ ഒരു രസം കിട്ടുള്ളൂ, പയഞ്ചം പറ്റൂല. ഈ ചിന്താഗതിയുടെ പേരിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ്. അന്യപുരുഷനും അന്യപ്പെണ്ണും ഇടകലരുന്ന സ്വഭാവം. വിവാഹം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഭാര്യനെയും കുട്ടി ഒന്ന് പുറത്തു പോയാൽ അവൻ പറ്റൂല, അതാ മൊലിയാർ പറയും. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. നിങ്ങൾ ഭാര്യനെയും കുട്ടി എവിടെ വേണമെങ്കിലും പോയി, നിങ്ങളെ ഭാര്യയല്ലേ, നിങ്ങൾക്ക് കൂട്ടി പോകാനുള്ള തന്നെയല്ലേ. ഓലെ ഉപ്പാരുണ്ട്, അങ്ങനെ പോകുമ്പോഴേക്കും ഞങ്ങളൊന്നും പോയില്ലല്ലോ, നിങ്ങൾക്ക് പോകാനായില്ല, ചോല എന്തിനാ പിടിച്ചു വെക്കുന്ന ഓല് പോയിക്കോട്ടെ. അങ്ങനെ ആകരുത്. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പിളയും അതുപോലെ സ്വന്തം ഭാര്യനെയും കൂട്ടിയിട്ട് പുതിയാപ്പിള പോകുമ്പോഴേക്കും നമ്മൾ ബേജാറായി പോകരുത്. കുറച്ചൊക്കെ നമ്മൾ കാലത്തിനനുസരിച്ച് അത് അനുവദിച്ചൊക്കെ അങ്ങ് അനുവദിച്ചു കൊടുക്കണം. അവർ പോയിട്ട് ഏതെങ്കിലും കാശ്മീരിലോ ഇനിയല്ല ഏതെങ്കിലും രാജ്യത്തോ പൈസ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അത് വാപ്പ ചിലപ്പോൾ അതിന്റെ പേര് പിടിച്ചൊക്കെയാണെങ്കിൽ കുറ്റക്കാരനാവൂല വാപ്പ.
ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, അതും കടം വാങ്ങിയിട്ടാ പോകുന്ന. കല്യാണത്തിന്റെ കടം തന്നെ ഇങ്ങനെ വീടിയിട്ടില്ല, പിന്നെയും പോയിട്ട് എടുത്തു വെക്കുകയാണ് ലോഡ്. അത് കണ്ടിട്ട് വാപ്പ പിടിച്ചു വെക്കുന്നതിനെ കുറിച്ച് എല്ലാം പറയുന്നത്. ചില വാപ്പാരുണ്ട് നല്ല തെറ്റാണ്, അങ്ങനെ യാത്രയൊന്നും പോകാൻ പാടില്ല, അതൊന്നും പാടില്ല, ഇതൊന്നും പാടില്ല. അങ്ങനെയാകരുത്. മറിച്ച് ഇസ്ലാം അനുവദിച്ചു കൊടുക്കണം, അനുവദിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്തോളി, നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യണം. യാത്ര ചെയ്യുന്ന എന്തിനാകരുത്? കൈമുട്ടി പാടാനല്ല, പിന്നെ പോകുന്ന അവസരങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, യാത്രയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒഴുകുന്ന വെള്ളവും കെട്ടിക്കിടക്കുന്ന വെള്ളവും തമ്മിൽ വ്യത്യാസം എന്താണോ, ഇതുപോലെയാണ് യാത്ര ചെയ്യുന്നവനും യാത്ര ചെയ്യാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ചില ആളുകളുണ്ട് എല്ലാത്തിനും ന്യൂ ജനറേഷനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം നേർച്ചയാക്കിയ ചില ആളുകൾ. നാട്ടിലൊന്നും അങ്ങനെ ആളുകൾ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. പഠിച്ച റബ്ബേ, ഈ പുതിയ തലമുറക്ക് എന്താ ആകുക? ഒരു പിടുത്തമില്ല കേട്ടോ. ഇതെന്താ ആകാൻ പോകുന്നത്? എന്താണ് ഇവർക്കൊക്കെ ഉള്ള കളി? ഇവരൊക്കെ കളി കാണുമ്പോൾ ഞാനിങ്ങനെ ബേജാറാകുകയാണ്. എന്താണ് പഠിച്ചോനെ ആകുന്നത്? എന്റെ കളി കണ്ട എന്റെ ഉപ്പാപ്പി അങ്ങനെ തന്നെയാ പറയാ, എന്റെ കളി കണ്ട എന്റെ ഉപ്പാപ്പി അങ്ങനെ തന്നെയാ പറയാ. ന്യൂ ജനറേഷൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, ആ സ്വഭാവം ഉണ്ടാകരുത്. ന്യൂ ജനറേഷൻ ആകുമ്പോൾ പുതിയ ന്യൂ ജനറേഷനിൽ ബന്ധപ്പെട്ട ചില പുതിയ പുതിയ പരിപാടികളൊക്കെ ഉണ്ടാകാം. ജായിസായതൊക്കെ അനുവദിച്ചു കൊടുക്കണം. എല്ലാം പിടിച്ചു വെക്കുക. യാത്ര പോട്ടെ വേണ്ട, അവിടെ പോട്ടെ വേണ്ട, ഇവിടെ പോട്ടെ വേണ്ട, വിദേശത്ത് ജോലിക്ക് പോകുമ്പോൾ ഭാര്യനെയും കൂട്ടിക്കോട്ടെ. അങ്ങനെയൊന്നുമല്ല, എന്റെ വാപ്പ ഇത്രയും കാലം കഷ്ടപ്പെട്ടതാ, ഞാൻ കഷ്ടപ്പെടാൻ പറ്റൂല, ഇനി എന്റെ ഭാര്യ ഇവിടെ നിൽക്കട്ടെ, നീ വിദേശത്ത് പോയിട്ട് അധ്വാനിച്ചിട്ട് 2 വർഷം കൂടുമ്പോൾ വന്നാൽ മതി. ഈ ചിന്താഗതി ഉണ്ടാകരുത്. മക്കൾക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അവിടെയാ ഭൗതികമായി നമുക്ക് നല്ല ചിന്ത ഉണ്ടാകേണ്ടത്. അതേ സ്ഥാനത്ത് അവർ യാത്ര പോകാണ്, സന്തോഷത്തിൽ പോയി വരട്ടെ എന്ന് വിചാരിക്കണം. അതിനുവേണ്ടി പൊരുത്തം കൊടുക്കണം, അതിനുവേണ്ടി സന്തോഷത്തിൽ പ്രാർത്ഥിച്ചു കൊടുക്കണം. അതിന് തെറ്റായ യാത്രക്ക് അനുവദിച്ചു കൊടുക്കരുത്. അവർ യാത്ര പോവാണ്, എന്നെ മുഴുവനും വീഡിയോ പിടിച്ചിട്ട് ഇവളെ വീഡിയോ എടുത്തിട്ട് എല്ലാ നാട്ടുകാരെയും കാണിക്കുകയാണ്. ഇത് അനുവദിക്കാൻ നിർവാഹമില്ല. അന്യ പെണ്ണിന്റെ ചിത്രം പിടിച്ച് പ്രദർശിപ്പിക്കാൻ ഇത് അനുവദിക്കാൻ നിർവാഹമില്ല. അനുവദിക്കാൻ നിർവാഹമില്ല പോലെ നിങ്ങളെ സമ്മതം വേണോ? ഞാൻ പറഞ്ഞത് ഈമാനുള്ള മുസ്ലിമിന് ഇസ്ലാമികരമായി ജീവിക്കാൻ അനുവദിക്കാൻ നിർവാഹമില്ല എന്നാ. ഏതോ നിരീശ്വരവാദിയോട് ഞാൻ ഈ വയൽ പറഞ്ഞിട്ടില്ല. അവരോട് പറയാനുള്ള വയൽ വേറെയാണ്. ഇത് ഈമാനുള്ള വിശ്വാസികളോടുള്ള വയലാണ്. അവരോട് പറയുമ്പോൾ ഈമാനികമായി അനുവദിക്കാൻ നിർവാഹമില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് കേട്ടിട്ട് നിരീശ്വരവാദികൾ വന്നിട്ട് ഇതിന്റെ അടിയിൽ കമന്റ് അടിക്കണ്ട, മൊയ്ലിയാരെ ഇന്റെ സമ്മതമൊന്നും വേണ്ട. അത്തരം ആളുകളോട് പറയാനുള്ള വയൽ വേറെ പറയും. ഉറൂസിന്റെ സദസ്സിൽ പറയുന്ന വയൽ നിരീശ്വരവാദിക്കുള്ള വയലല്ല. അവരോടുള്ള വയൽ അവരും വെക്കട്ടെ, അവരൊരു ഉറൂസ്. അപ്പൊ പറയാം നമുക്ക് അവരോട് കൃത്യമായിട്ട് പറയാം എന്താ പറയേണ്ടത്. ഈ പറയുന്ന ഈമാനുള്ള വിശ്വാസികളോട് പറയുന്ന വയലിന്റെ ക്ലിപ്പ് എടുത്തിട്ട് ചില നിരീശ്വരവാദികളുടെ അപ്പുറം ഇപ്പുറം കണ്ടിട്ട് ഏത് കാലത്താണ് ഇവർ ജീവിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കേണ്ടത്. അവരോടാ ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി പറയേണ്ടത്. നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ തന്നെയാണോ ആഗ്രഹിച്ചത്? ആകാത്തത് കൊണ്ടാ. അന്ന് ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ജീവിക്കുമെങ്കിൽ എത്ര വലിയ ബഹുമാനമായിരുന്നു. അതിലിപ്പോ എന്താ തർക്കം? അതിലിവിടെ ആയിരിക്കും ബഹുമാനം, തർക്കമൊന്നുമില്ല. അന്നത്തെ കാലത്തുള്ള ബഹുമാനം എന്തായാലും ഇന്നത്തെ കാലത്തില്ല. ഒലിയാരെ അന്ന് കമ്പ്യൂട്ടർ ഇല്ല, അന്ന് മൊബൈൽ ഇല്ല, അന്ന് ഈ സംവിധാനം ഒന്നുമില്ല. അന്ന് മനുഷ്യന്മാരുണ്ടായിരുന്നോ? കമ്പ്യൂട്ടർ മൊബൈൽ മാത്രം ഉണ്ടായിരുന്ന കാര്യം, മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇപ്പൊ സ്വന്തം ബാപ്പയും മക്കളും ഉമ്മയും തമ്മിൽ തന്നെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നവർ എത്ര ഉണ്ട്? ഒരു റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് വാട്സപ്പ് ചെയ്യാ. നീ ഇവിടെ ഉണ്ടോ? വാട്സപ്പിലാ ചോദിക്കുക. അപ്പൊ അപ്പുറത്തെ റൂമിൽ നിന്ന് മറുപടി, ഞാൻ ഇപ്പുറത്തെ റൂമിൽ കുറ്റിയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? രണ്ടാക്കും വാട്സപ്പിൽ മറുപടി. അപ്പൊ ബാപ്പ ചോദിക്കുകയാണ്, നീ ഇന്ന സ്ഥലത്ത് പോയില്ലേ? ബാപ്പ പോയോ? അപ്പൊ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലാ. എനിക്ക് കല്യാണ വീട്ടിൽ കണ്ട അസ്സലാമു അലൈക്കും, നേരത്തെ കണ്ടില്ല, നേരത്തെ വാട്സപ്പിലാ കണ്ടതില്ലേ, ഇപ്പൊ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് മനുഷ്യന്മാരല്ലാതെ ജീവിച്ചു എന്നല്ലാതെ ഈ കണ്ടുപിടുത്തം കൊണ്ട് എന്ത് നേടിയെന്നാ പറയുന്നത്? മനുഷ്യന്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു. ദുബായിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം കേരളത്തിൽ അറിയാം, ദുബായിൽ അറിയുന്നതിന് മുമ്പ് ഇവിടെ അറിയും. ഇവിടെ എന്തോ സംഭവിച്ചാലോ ഇവിടെ അറിയുന്നതിന് മുമ്പ് അവിടെ അറിയും. എന്നിട്ടോ മനുഷ്യന്റെ മനസ്സമാധാനം പോയി. എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഇവിടെ ഉള്ള മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ, ഇവിടെ സംഭവിച്ച എന്തെങ്കിലും ഒരു മുസീബത്ത് അത് ദുബായിൽ അറിഞ്ഞതുകൊണ്ട് അയാൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ അറിഞ്ഞ് ഇങ്ങനെ കട്ടിച്ചിറക്കി തന്നെ. അവിടെ മുസീബത്ത് സംഭവിച്ചിട്ട് ഇവിടെ അറിയാണ്. ഇവിടെ ആദ്യം അറിയുന്നത് ഇവിടെ. എന്നിട്ട് എന്താ ഉപകാരം? ഒരു ഉപകാരമില്ല. ഇവിടെ ഇവരിങ്ങനെ ടെൻഷനാകാൻ പഠിച്ചോനെ, എന്റെ ഭർത്താവുണ്ടോ, എന്റെ മോനുണ്ടോ, എന്റെ ഓനുണ്ടോ, ഇവനുണ്ടോ, ആങ്ങളുണ്ടോ, ഇതിങ്ങനെ ബേജാറാകുകയാണ്. ഇതിന്റെ അപ്പുറത്ത് ഈ കണ്ടുപിടുത്തം കൊണ്ട് മനുഷ്യൻ എന്ത് നേടിയെന്നാ പറയുന്നത്? മൊയ്ലിയാരെ ഒരുപാട് നേടിയിട്ടില്ലേ? കാസർഗോഡ് ജില്ലക്ക് ഒരു ഹോസ്പിറ്റൽ വേണം പറഞ്ഞ് സമരം ചെയ്തില്ലേ നമ്മള്? എന്നിട്ടോ എന്ത് കിട്ടി? ഹോസ്പിറ്റൽ കിട്ടി. മൊയ്ലിയാരെ ഹോസ്പിറ്റൽ കിട്ടിയിട്ട് എന്താ കിട്ടിയത്? ഞാൻ ചോദിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ ഇനിയും വരും 10-20 ഹോസ്പിറ്റൽ വരും. പേടിക്കണ്ട. ഹോസ്പിറ്റൽ വന്നിട്ട് എന്തുണ്ടാവും ഞങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. 100 ചില്ലാനം വയസ്സ് ജീവിക്കുന്ന ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ആളുകളുടെ എണ്ണത്തിന്റെ പെർസെന്റേജ് എടുത്തോ. ആ പെർസെന്റേജ് അനുസരിച്ച് 10 കൊല്ലം കഴിഞ്ഞാൽ അതുപോലെ 100 വയസ്സിന്റെ മേലെ ജീവിക്കുന്ന ആളുകൾ പെർസെന്റേജ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരും. ഉണ്ടാകൂല. പഴയ കാലത്ത് നമ്മളെ മുൻഗാമികളായ ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്ക്. നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന പോലെ 100 വയസ്സും 90 വയസ്സൊക്കെ കുറെ ആളുകൾ ജീവിച്ചിരുന്നില്ലേ? ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ?
പഴയ കാലത്തെ പോലെ ഇല്ല, ആയുസ് ചുരുങ്ങിപ്പോയി. പിന്നെന്തിനാടോ ഹോസ്പിറ്റല് കാണാൻ? വലിയ ഹോസ്പിറ്റൽ എഴുതി വെച്ച ബിൽഡിംഗ് ഉണ്ടായത് കൊണ്ട് എന്താ കാര്യം? വലിയ ചികിത്സയും സംവിധാനമൊക്കെ ഇവിടെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് കാലത്താ ജീവിക്കുന്നത്? ശാസ്ത്രക്രിയ കൽബ് വരെ മാറ്റിവെക്കുന്ന, ഹൃദയം മാറ്റിവെക്കുന്ന ശാസ്ത്രക്രിയ ഉണ്ട് ഇവിടെ. ആയിക്കോട്ടെ, എല്ലാ ശാസ്ത്രക്രിയ ഉണ്ടായിട്ട് മനുഷ്യ എന്ത് നേടിയെന്നാ ഞാൻ ചോദിച്ചത്. 100 വയസ്സിന്റെ മേലെ ജീവിക്കുന്ന ഒരു 100 ആളെ കാണിച്ചു തരുമോ നിങ്ങളെ നാട്ടിലുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം 900 കൊല്ലം ഇസ്ലാമിക ദഅവത്ത് നടത്തിയ? എത്ര കൊല്ലം? 900 കൊല്ലം ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തി മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. എത്ര കൊല്ലം? 900 കൊല്ലം. ആ നൂഹ് നബി അലൈഹിസ്സലാം നമ്മളിലേക്ക് നോക്കി എന്താ പറയാന്നറിയോ? എടാ കുട്ടിക്കാലത്ത് മരിച്ചുവല്ലടാ നീ 90 വയസ്സിൽ, അല്ലേ? 900 കൊല്ലം ജീവിച്ചു മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. 1000 കൊല്ലത്തിന് മേലെ ജീവിച്ചു ആ നൂഹ് നബി അലൈഹിസ്സലാം. ഒരൊറ്റ ഹോസ്പിറ്റൽ ഇന്നത്തെ പോലെ അത് കാണാനില്ല. ഇന്നത്തെ ക്ലിനിക്ക് പോലും ഇല്ല അന്നത്തെ കാലത്ത്. മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചു. മനുഷ്യൻ ഇവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചു. iPhone 17 ഇറങ്ങിയ കാലാമൂല്യരെ, അതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളും നിങ്ങളിപ്പോ പ്രസംഗിക്കുന്നത് ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും വെച്ച് കാണുകയാണ്, കേൾക്കുകയാണ്. അതുകൊണ്ട് എന്ത് നേടിയെന്നാ ഞാൻ ചോദിച്ചത്. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് മനുഷ്യന്റെ ആരോഗ്യവും അവന്റെ ജീവിതത്തിലെ ദീർഘായുസ്സുവാ. അത് കിട്ടിയോന്നാ ഞാൻ ചോദിച്ചത്. ഇതിനപ്പുറം ഇനി എന്ത് ബഹുമാനം എനിക്ക് പറയാനുള്ളത്? പഴയ കാലത്ത് ജീവിച്ച ആളുകൾ എടുത്ത് നോക്കിക്കോ, നമ്മളെക്കാൾ കൂടുതൽ അവർ ജീവിച്ചിരുന്നു. ഇപ്പൊ സ്ട്രോക്ക് ഉണ്ട് എന്ന് പേടിച്ചിട്ട് സ്ട്രോക്ക് ആകാണ്. വെറുതെ പറയല്ല, സ്ട്രോക്ക് ഉണ്ട് എന്ന് തിരിഞ്ഞിട്ട് സ്ട്രോക്ക് ആകാണ്. ഇന്നലെ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞാനുമായി വളരെ ബന്ധപ്പെട്ട ഒരാളിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ബാപ്പനെ ദ്വാ ചെയ്യണോ. എന്നോട് എന്റെ അനുജനാ പറയുന്നത്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? ഒന്നുമില്ല, മൂക്കുന്ന് ചോര വന്നാണ്. അയാളെ വാപ്പ പറയാണ് പോലും അറ്റാക്ക് വന്നതാണ് എന്ന് ബേജാറായിട്ട്. അയാൾക്ക് ഇപ്പൊ അറ്റാക്ക് വരുമെന്നാ മോന്റെ പേടി. മൂക്കുന്ന് ചോര വരുമ്പോ അയാൾ പേടിച്ചു പോയി. അറ്റാക്ക് എന്നുള്ള ഒരു രോഗം ഉണ്ട് എന്ന് തിരിഞ്ഞിട്ട് ഇപ്പൊ ഉണ്ടായ ഗുണാണ് ഈ പറയുന്നത്. അറ്റാക്ക് ആണെന്ന് പേടിച്ചിട്ട് ഇയാൾക്ക് അറ്റാക്ക് വരുമെന്ന് ബേജാറാകാണ് മക്കൾക്ക്. നിങ്ങൾ ആലോചിച്ചോക്ക്. ഈ നിലക്ക് മനുഷ്യൻ ഇവിടെ പുരോഗമിച്ചു എന്ന് പറയുമ്പോ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യമുണ്ട്. അതിനെക്കുറിച്ച് ഓർമ്മിക്കാതെ ഭൗതികമായി നേടിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളൊക്കെ ഭയങ്കര ലോകത്താ ജീവിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ അവരോടാ പറയുന്നത്, ഈമാനുള്ള വിശ്വാസികളെ ദുന്യാവിനെ ദുന്യാവായിട്ടേ കാണാവൂ. എത്ര പുരോഗമിച്ചാലും എത്ര ഉന്നതിയിലെത്തിയാലും ഒരിക്കലും തീരാത്ത ലോകമായി പരിചയപ്പെടുത്താൻ, ഈ ദുന്യാവിനെ പരിചയപ്പെടുത്താൻ സാധിക്കൂല. എന്തെല്ലാം രൂപത്തിലുള്ള കോലാഹലങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളറിയോ, ഫിർഔൻ എന്ന് പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശത്രുവാണ്. 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളാണ്. ആ ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ജീവിക്കുമ്പോ മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫിർഔൻ പറഞ്ഞത് എന്താണ് എന്നറിയോ? ഞാൻ അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ വലിയ പടച്ചോനാണ്. ഇത് ഫിർഔന് തോന്നാൻ നിങ്ങൾക്ക് തോന്നിയോ? iPhone 17 ഉണ്ടായിട്ട് തോന്നിയതാണ്. ഇപ്പൊ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടല്ലോ, ഇപ്പൊ പുതിയ പലതും ഉണ്ടായതുകൊണ്ടാണ് ഭയങ്കര സംഭവമായത്. ആരായി പറയുന്നത്? 6000 കൊല്ലം മുമ്പ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ജീവിച്ച ഫിറൗന്റെ വാക്കാ ഞാൻ പറഞ്ഞത്. ഞാൻ വലിയ പഠിച്ചവനാണ് എന്നാ പറഞ്ഞത്. എങ്ങനെ? ഞാൻ വലിയ പഠിച്ചവനാണ്. ഇപ്പൊ iPhone 17 വന്നിട്ട് അങ്ങനെ പറയുന്ന പോലെ ഇല്ലാന്നാ എനിക്ക് തോന്നുന്നത്, അല്ലേ? അന്നത്തെ കാലത്ത് ഒരു നെറ്റ്വർക്കും ഇല്ലാത്ത കാലത്ത് അവനിക്ക് തോന്നിയോ ഈ ദുനിയാവ് ചെറുതാണ്, ഞാനൊരു നിസാരനാണെന്ന് തോന്നിയോ? കിബിറിന് ഒരു കുറവുണ്ടായില്ല. അങ്ങേറ്റത്തെ കിബിർ തന്നെ. കിബിറിന്റെ അങ്ങേറ്റം തന്നെ, ഏറ്റവും ബഹുമാനമുള്ള കിബിർ തന്നെ. കിബിറിന്റെ ബഹുമത്തിന്റെ അങ്ങേറ്റാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മനുഷ്യനാണ് എന്നല്ല പറഞ്ഞത്. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ വലിയ പടച്ചോനാന്നാ പറഞ്ഞത്. കളിച്ച് എവിടെ എത്തി? കളിച്ച് എവിടെ എത്തി ഞാൻ പറഞ്ഞത്? പടച്ചോനാണെന്ന് അവരെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസികളോട് പറയുന്നു, ഭൗതികമായ എന്തെങ്കിലും നേട്ടം കാണുമ്പോഴേക്ക് നമ്മളെല്ലാം നേടിയെന്ന് വിചാരിക്കരുത്. നമ്മളൊന്നും നേടിയിട്ടില്ല എന്നാ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടത്. മരണത്തിന്റെ മുമ്പ് എന്തെങ്കിലും നേടാൻ സാധിച്ചാൽ, മരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ഭംഗിയുള്ള വീട്, മരിച്ച വീട്ടിലേക്ക് ആളുകളൊക്കെ വരുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിശാലമായ വീട്ടിന്റെ കമാനങ്ങള്, വീട്ടിന്റെ മുന്നിൽ വിശാലമായ സൗകര്യങ്ങള്, ഷീറ്റിട്ടിട്ടതാ എല്ലാവർക്കും മഴ കൊള്ളാതെ ഇരിക്കാനുള്ള സൗകര്യങ്ങള്, ഇതൊക്കെ സമ്പാദിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഖബറിലൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനും അവരുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ അഭിവൃദ്ധിക്കനുസരിച്ചും കിടക്കട്ടെ. അതിനെക്കുറിച്ചല്ല എന്റെ ചർച്ച.
എന്ന് പറയുന്നത്. മറിച്ചോ ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മലക്കുകൾ നോക്കുന്നത് എന്താണ് എന്നറിയോ? ഇവന്റെ കയ്യിൽ എത്ര സമ്പാദ്യമുണ്ട്, ഇതെങ്ങനെ ഓഹരി വെച്ച് കൊടുക്കൂന്നല്ല, ഇതെങ്ങനെയുണ്ട് അതേ പകുതി വെച്ചെടുക്കാൻ എന്നല്ല, മലക്കുകളാകുന്ന ഞങ്ങൾക്ക് ഇതിൽ നിന്നുണ്ട് എന്ത് ഓഹരി കിട്ടാൻ എന്നല്ല. മറിച്ചോ ആ മലക്കുകൾ നോക്കുന്നത് നല്ല മയ്യത്താണോ, വിജയം കൈവരിച്ച സ്വാലിഹീങ്ങളെ കൂട്ടത്തിലാണോ, അല്ല പരാജയം സമ്പാദിച്ചവരെ കൂട്ടത്തിലാണോ? അല്ലാഹു വിജയിച്ച മഹാന്മാരെ പട്ടികയിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നാൽ പ്രായം നിന്ന ഉപ്പാപ്പമാർ അവിടെ ഇരുന്നോളൂ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത് മരണത്തിന്റെ സമയത്ത് മനുഷ്യരെ രണ്ടാക്കി തരം തിരിക്കുന്നുണ്ടല്ലോ. എന്താണ് രണ്ടാക്കി തിരിക്കുന്നത് എന്നറിയോ? പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നല്ല, അല്ലെങ്കിൽ മന്ത്രിയാണോ MLA ആണോ എന്നല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ പഞ്ചായത്ത് മെമ്പറാണോ എന്നല്ല, നാട്ടുകാർക്കിടയിൽ വലിയ പേരുള്ള ആളാണ് ബഹുമാനമുള്ള ആളാണല്ല ബഹുമാനില്ലാത്ത ആളാണോ എന്നല്ല, എന്താണ് ജോലി എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, എന്താണ് ബിസിനസ് എന്ന അടിസ്ഥാനത്തിലല്ല, അയാളെ കയ്യിലുള്ള സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതൊക്കെ ചിലപ്പോൾ മക്കൾക്ക് ചിലപ്പോൾ തീരുമാനം പറയാനത് കാരണം ഇരിക്കും. മക്കൾ ചിലപ്പോൾ മരിക്കുമ്പോൾ ബാപ്പാന്റെ സ്വത്ത് ചിലപ്പോൾ നോക്കിയേക്കും, കുടുംബങ്ങൾ ചിലപ്പോൾ സ്വത്ത് നോക്കിയേക്കും, കുടുംബങ്ങൾ എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിലപ്പം കണക്ക് കൂട്ടിയേക്കും, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന മക്കളും ചിലപ്പോൾ കണക്ക് കൂട്ടിയേക്കും. ചിലർ മരിക്കുന്നതിന്റെ മുമ്പ് എങ്ങനെ കയ്യിൽ നിന്ന് ചൊട്ടിയെടുക്കാന്ന് ശ്രമിച്ചേക്കും. ഇത് ദുന്യാവിന്റെ അവസ്ഥയാണ്. ഭൗതികമായി നീ ഉണ്ടാക്കി വെച്ചാൽ നിന്റെ സ്വന്തം മക്കൾ പോലും അതേ എങ്ങനെയാണ് തട്ടിയെടുക്കേണ്ടത് ഇത് ചിന്തിക്കും. ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദുന്യാവ് ഉണ്ടാക്കണ്ടെന്നാണോ ഞാൻ പറയുന്നതല്ല. ദുന്യാവ് ഉണ്ടാക്കിയാലും ഈമാനുള്ള മഹാന്മാർക്ക് ഉണ്ടാകുന്ന സ്വഭാവമാണ് അല്ലാഹ് കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുക. അങ്ങനെ ചെലവഴിക്കുന്ന സ്വഭാവമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, 3 കാര്യങ്ങൾ മരിച്ചാലും നിലനിൽക്കുന്നുണ്ട്. ഒന്ന് വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, മരിച്ചാലും നദിയെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണ്. രണ്ടാമത്തത് അമലുൻ സാലിഹുൻ, നല്ല അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലുകളാണ്. മൂന്നാമത്തത് മരിച്ചാലും നിലനിൽക്കുന്ന സമ്പത്തായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സദഖത്തുൽ ജാരിയ. അല്ലാഹുവിന്റെ വീടാകുന്ന പള്ളിയിൽ കാർപ്പറ്റ് വിരിച്ചു കൊടുത്തതാണോ? അല്ലാഹുവിന്റെ വീടിന് പെയിന്റ് അടിക്കാൻ പണം ചെലവഴിച്ചതാണോ? പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങുമ്പോൾ പണം ചെലവഴിച്ചതാണോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിലനിൽക്കുന്ന സദഖയായുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അത് മരിച്ചാലും നിലനിൽക്കുന്ന സമ്പത്താണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമ്പത്തുണ്ടോ എന്നാണ് മലക്കുകൾ നോക്കല്. ഇത് നോക്കിയിട്ടാണ് വിജയിച്ചവനാണോ അല്ല പരാജിതന്റെ കൂട്ടത്തിലാണോ? അതുകൊണ്ട് ആമാനായ റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുതഅല്ലിമ പലപ്പോഴും പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ ജീവിക്കുകയാ, രാജ്യത്തിന്റെ ഭരണാധികാരിയാ. ഒരു ദിവസം രാജ്യത്തിന്റെ ഭരണം വലിച്ചെറിഞ്ഞിറങ്ങിപ്പോവാണ്. എങ്ങോട്ടാ ഇറങ്ങിപ്പോകുന്നത് എന്നറിയോ? ഇലാ സബീലില്ലാഹ്. രാജ്യത്തിന്റെ ഭരണം നടത്തിയിട്ട് കൊട്ടാരത്തിൽ ജീവിക്കുന്ന ജീവിതത്തെക്കാൾ എന്റെ മനസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭരണം നടത്തിയിട്ട് രാജ്യത്തിന്റെ രാജാവായി പ്രജകൾക്കിടയിൽ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരാളായി വാഴ്ത്തപ്പെടാനല്ലോ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത് എന്താണ് എന്നറിയോ? ജനങ്ങളെ വാഴ്ത്തപ്പെടലിനേക്കാളൊക്കെ എനിക്ക് കിട്ടേണ്ടത് എന്റെ റബ്ബിന്റെ റിളയാണല്ലോ, റബ്ബിന്റെ തൃപ്തിയാണല്ലോ. കുടുംബവും നാടും കൊട്ടാരവും ഒക്കെ കൈഴിച്ചിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉപദേശത്തിന് വന്ന ശിഷ്യന്മാര് ചോദിക്കുന്നു, ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ
ഞങ്ങളെ ഒന്ന് ഉപദേശിക്കുമോ? ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ നിങ്ങളെ ഉപദേശിക്കണമെങ്കിൽ എനിക്കറിയില്ലല്ലോ. എന്റെ മരണത്തിന്റെ സമയത്ത് മലക്കുകൾ വന്നിട്ട് റൂഹ് പിടിക്കുമ്പോ ഇവൻ വിജയിച്ചവനാണോ പരാജിതന്റെ കൂട്ടത്തിലാണോ എന്ന് ചോദിക്കുന്നൊരു സമയമുണ്ടല്ലോ ജനങ്ങളെ. ആ സമയത്ത് മലക്കുകളെക്കാളും ഞാൻ പരാജിതന്റെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ എനിക്കവിടെ സമ്പാദിക്കാനുള്ള നിവൃത്തിയില്ലല്ലോ. എനിക്ക് നിങ്ങളോട് വേല പറയാനുള്ള തിരക്കല്ല. ആ സമയത്ത് വിജയിച്ചവരെ കൂട്ടത്തിലാണ് ഞാൻ എന്നൊന്ന് പറഞ്ഞു കിട്ടാൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കേണ്ട തിരക്കിലാണ് ജനങ്ങളെ. റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഈമാനുള്ള വിശ്വാസികളെ, ഇതാ നമ്മളെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് മക്കളോ കുടുംബങ്ങളോ എടുത്തുകൊണ്ടു പോകാനുള്ളതാണ്. മരിക്കുന്ന സമയത്ത് എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് മലക്കുകളോട് ചോദിക്കപ്പെടുന്നൊരു സമയമുണ്ട്. വിജയം കൈവരിച്ചവനാണോ പരാജയം സമ്പാദിച്ചവനാണോ? അതാ ഖുർആൻ പറഞ്ഞത്, യൗമത്തുബിയല്ലു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്. ആ ദിവസം ഉണ്ടല്ലോ, ചില മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്ന ദിവസമാണ്. എന്താ കാരണം എന്നറിയോ? അവരെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ കൊണ്ട് അല്ലാഹു നൽകുന്ന സന്തോഷമാണ്. അവരെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന നന്മകളെ കൊണ്ട് അവരെ മുഖം പ്രകാശപൂരിതമാണ്. അതേ ഖുർആൻ തന്നെ പറയുന്നു, മറ്റൊരു കൂട്ടാളുകളുണ്ട്, ആ ദിവസം അവരെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ചെയ്തികളുടെ കാരണങ്ങളാൽ അവരെ മുഖത്തും കരിവാളിച്ചു പോയി, മുഖം കറുത്തുപോയി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എൻ്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, വയല് കേൾക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരെ, ഈ സെക്കൻഡിൽ പാവപ്പെട്ട മുത്തല്ലിം വിദേശത്ത് നിന്ന് യാത്ര ചെയ്താ ഇന്നിവിടെ ഇറങ്ങി നിങ്ങളെ നാട്ടിൽ വയല് പറയാൻ വന്നതാണ്. ഞാനൊന്ന് നന്നാകാനാണ്, നിങ്ങൾ നന്നാകാനല്ല. അതുകൊണ്ട് ആദ്യം നന്നാകേണ്ടത് പറയുന്നവനാണ്. അതുകൊണ്ടാ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വയല് പറയുന്നവർ കുറേ പറയുമ്പോൾ അവരെ മനസ്സിൽ അല്ലാഹു ഒരു ചിന്ത ഇട്ട് കൊടുക്കും, ഞാനൊന്ന് നന്നാകേണ്ടതില്ലേ? അല്ലാ നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. വയലിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ വയല് പറയുന്നവൻ നന്നാകലാണ്, വയല് കേൾക്കുന്നവര് നന്നാകലാണ്. അല്ലാതെ വയലിന് കുറെ ആളുകൾ പങ്കെടുക്കലല്ല, വയല് കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വല്ലാത്ത വയലാണ് എന്ന് പറയലല്ല, വല്ലാത്ത ബഹുമതി പറയലല്ല. വയലിന്റെ ഏറ്റവും വലിയ ബഹുമാനം വയല് കൊണ്ട് പറയുന്നവനെങ്കിലും ഒന്ന് നന്നാകലാ. അല്ലാഹ് അത്തരം സദസ്സുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഈ സദസ്സിനെയും നീ സ്വീകരിക്കണേ അല്ലാ. വിദേശത്ത് നിന്ന് യാത്ര കഴിഞ്ഞ് ഇവിടേക്ക് വന്നപ്പോ മക്കളെ കണ്ടിട്ട് കൊതിമാറിയിട്ട് വന്നതല്ല. എന്തിനാ ഇത് പറഞ്ഞത് എന്നറിയോ? വയത് കേൾക്കുന്ന വിശ്വാസികളെ അങ്ങനെയൊക്കെ മനസ്സിലുണ്ടെങ്കിലും അടുത്ത ദിവസം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാകുമോ എനിക്ക് പറയാനറിയില്ലല്ലോ. നാളെ വയലുണ്ട്, മറ്റന്നാള് പ്രസംഗമുണ്ട്, എൻ്റെ വീട്ടിലൊന്നും പ്രസംഗങ്ങളുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നോട്ടീസ് അടിക്കാൻ സമ്മതം കൊടുത്തിട്ടുണ്ട്. അതേ നാട്ടുകാരും മയ്യത്ത് നിസ്കരിക്കണം എന്ന പേരിൽ എനിക്ക് വേണ്ടി നോട്ടീസ് അടിക്കുമോ എന്ന് പറയാൻ കഴിയാത്ത ലോകമാ ദുന്യാവ് കേട്ടോ. മഹാനായ ചെറിയ ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദിന്റെ വഫാത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഒരാളെന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത് എന്താണ് എന്നറിയോ? ചെറിയ ഉസ്താദിന്റെ പേരിൽ ഞങ്ങളെ നാട്ടില് ഞങ്ങൾ നോട്ടീസ് അടിച്ചിട്ട് പരിപാടി നടത്തുന്ന ദിവസമാണിന്ന്. നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലും പരിപാടി ഏറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളെ നാട്ടിൽ വന്നൊരല്പസമയം പ്രസംഗിച്ചു തരുമോ? ചെറിയ ഉസ്താദ് പ്രസംഗത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ നാട്ടുകാർക്ക് ഡേറ്റ് കൊടുത്തെങ്കിലും ഡേറ്റിന്റെ ദിവസം പ്രസംഗിക്കാൻ ഉസ്താദ് ലോകത്തുണ്ടായില്ല. കേൾക്കുന്ന വിശ്വാസികളെ, ഇത് തന്നെയാ എന്റെയും നിന്റെയും കഥ. നോട്ടീസുകളും പേരുകളും ഫ്ലക്സുകളും പ്രചരണങ്ങളൊക്കെ ലോകത്ത് പല ഭാഗത്തും നടക്കുന്നുണ്ടാകാം. ഇതൊന്നും എൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് അല്ല, എൻ്റെ ആയുസ്സിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങൾ ആയുസ്സിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് അല്ല. ജീവിതം എന്ന് പറയുന്നത് റബ്ബ് തിരിച്ചു വിളിച്ചാൽ പോകാനല്ലാതെ ഒരു നിർവാഹവുമില്ലല്ലോ. ആ പോകുന്ന യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. അല്ലാഹ് നിനക്ക്
നിനക്ക് ജീവിച്ച് മരിക്കുന്ന സ്വാലിഹീങ്ങളെ പട്ടികയിൽ അടിയങ്ങളായ ഞങ്ങളെ നിന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തണേ അല്ലാഹ്, നിന്റെ കാരുണ്യം കൊണ്ട് പെടുത്തണേ അല്ലാഹ്. അതിന് ഈ സദസ്സിനെ നീ കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വേദന്റെ സദസ്സുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കി തരണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തിട്ടില്ല, ചെയ്തതാകട്ടെ നൂറുകണക്കിന് പോരായ്മകൾ ഉണ്ടാകാം. നീ അർഹമുർ-റഹീമീനായ റബ്ബാണല്ലോ. അടിയങ്ങളായ ഞങ്ങൾക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും പുറത്ത് ചെയ്തത് നീ കബൂലാക്കി തരണേ അല്ലാഹ്. അബദ്ധം കൊണ്ടോ അറിവുകേട് കൊണ്ടോ മറവി കൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ ആലോചനക്കുറവ് കൊണ്ടോ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഏത് നിലക്ക് സംഭവിച്ചു പോയ തെറ്റുകളാണെങ്കിലും നിന്റെ ഔലിയാക്കളെ സ്നേഹിച്ച് വലിയ ബഹുമതിയുള്ള ഈ രാത്രിയിൽ വ്യാഴാഴ്ച അതേ വെള്ളിയാഴ്ച രാവിലെ പടച്ചറബ് ഏറ്റവും ബഹുമാനമുള്ള ദിവസം അതേ നീ ബഹുമാനിച്ചു എന്ന് പ്രഖ്യാപിച്ച രാത്രിയിൽ ഈ വൽഫജ്രി വലയാലിൻ നശ്ർ എന്ന് പ്രഖ്യാപിച്ച രാത്രിയിൽ നിന്നിലേക്ക് കൈ ഉയർത്തപ്പെട്ട അടിമകളായ ഞങ്ങളുടെ കൈയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ചെറുതും വലുതുമായ എന്ത് തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോയെങ്കിലും നീ ഞങ്ങളിൽ നിന്ന് മാപ്പാക്കി തരണേ അല്ലാഹ്. പുറത്ത് സ്വർഗം നൽകണേ അല്ലാഹ്, ആഖിറം വിജയിപ്പിച്ചു തരണേ അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്‌ലിസാക്കരുത് അല്ലാഹ്. ഇനിയും ഒരുപാട് നിന്റെ ദീന് കേൾക്കാനും പഠിക്കാനും പറയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിച്ച് കാമിലായി ഈമാനോടെ മരിക്കാനും നീ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, തഖ്വനെ ഏറ്റിത്തരണേ അല്ലാഹ്, ഇഖ്ലാസിനെ ഏറ്റിത്തരണേ അല്ലാഹ്, വറയിനെ ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ കിബറന്മാരാക്കി നശിപ്പിക്കല്ലോ അല്ലാഹ്, അസൂയക്കാരാക്കല്ലോ അല്ലാഹ്, ഗീബത്തുകാരാക്കല്ലോ അല്ലാഹ്, നമ്മാമീങ്ങളാക്കല്ലോ അല്ലാഹ്. നാവിനെ നന്നാക്കി തരണേ അല്ലാഹ്, കാതുകളെ നന്നാക്കി തരണേ അല്ലാഹ്, നോട്ടങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. بحلالك عن حرامك وبطاعتك الله حرامകളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്, ഹലാലിൽ സന്തോഷം നൽകണേ അല്ലാഹ്. സദേ സന്തോഷം ഹലാലുകളിൽ നൽകണേ അല്ലാഹ്, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا